ബഹുമാന്യരായ സഹോദരന്മാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ രക്ഷയും കാവലും നാം ഏവരിലും ഉണ്ടാകുമാറാകട്ടെ. പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും അവിടുത്തെ കുടുംബാംഗങ്ങളിലും പടച്ച തമ്പുരാൻ്റെ കൃപയും കരുണയും വർഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും തൃപ്തിയും പ്രതീക്ഷിച്ചും കാംക്ഷിച്ചും അവൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള നമ്മുടെ ഈ കൂടിയിരുത്തം അള്ളാഹു സുബ്ഹാനഹു തആല ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. എഅ്തികാഫിൻ്റെ നെയ്യത്തോടു കൂടി നമ്മിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുമാറാകട്ടെ. നമുക്കറിയാം, എല്ലാ വർഷവും ഈ കുറേ ദിവസങ്ങൾ നമ്മളിങ്ങനെ കേൾക്കുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് പലപ്പോഴും ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുക. ഫദക്കിർ ഇന്ന ഫഅത്തി ദിക്റ സയദക്കറു മൻ യഖ്ഷ. ചില കാര്യങ്ങൾ അങ്ങനെ പറയപ്പെടുമ്പോൾ, ആവർത്തിക്കപ്പെടുമ്പോൾ അത് കൽബിനകത്ത് അല്പമെങ്കിലും ഉള്ള ആളുകൾക്ക്, ഖുശൂ ഉള്ള ആളുകൾക്ക്, ഭയപ്പാടും ഭക്തിയുമുള്ള ആളുകൾക്ക് അത് പ്രയോജനപ്പെടും എന്ന അർത്ഥത്തിലാണ് നമ്മളിത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പുതിയ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ വളരെ കുറഞ്ഞ ഒരു കാലമാണ്. നമ്മൾ ഈ മൊബൈല് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന കാരണം റീൽസും ഷോർട്സും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഈ ഇരിക്കുന്നതിൽ ഏറെക്കുറെ 99% ആളുകൾ, ഞാനടക്കം, നമ്മളെല്ലാവരും അതിൻ്റെ അഡിക്റ്റാണ്. അതിങ്ങനെ പല സാധനം കൊണ്ടങ്ങ് നോക്കും. അത് നമ്മളിലുണ്ടാക്കിയിട്ടുള്ള ഒരു ശീലമുണ്ട്. പുതിയ കാലഘട്ടത്തിൽ ക്ലാസ് നെടുങ്കൻ പ്രഭാഷണം നടത്തുമ്പോൾ ഇത് ആദ്യം പറയാതെ അങ്ങ് പോയാൽ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ട് പറയുകയാണ്. അതിങ്ങനെ നമ്മളിങ്ങനെ തോണ്ടി വിടുന്നു. പൊളിറ്റിക്സ് വന്നു, വേണ്ട, അപ്പോഴേക്ക് സിനിമ വന്നു, അത് വേണ്ട, അപ്പോഴേക്കും കുക്കറി വന്നു, അപ്പോഴേക്ക് ഫാഷൻ വന്നു, അപ്പോഴേക്ക് എഡ്യൂക്കേഷൻ വന്നു, പിന്നെ അങ്ങനെ സിനിമ, കോമഡി, വലിയ സാധനങ്ങളും ഇങ്ങനെ വരുന്നു. ഇത് വൈവിധ്യമായ സാധനങ്ങൾ. ഇതൊന്നും സ്റ്റിക്ക് ഓൺ ചെയ്യാതെ നമ്മളിങ്ങനെ തള്ളി വിട്ടിട്ട് അവസാനം ഏതോ ഒരു സാധനം നമ്മൾ കാണാൻ ശ്രമിക്കും. അപ്പോഴൊക്കെ നമ്മുടെ ബ്രെയിനിന് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത അവസ്ഥ എത്തിയിട്ടുണ്ട്. അത് ഒരു ഗോൾഡൻ ഫിഷിൻ്റെ ടൈം പോലും, ഗോൾഡൻ ഫിഷിൻ്റെ ടൈം 8 സെക്കൻഡാണ് നിൽക്കുക എന്നാണ് പറയുന്നത്. നമ്മൾ അക്വേറിയത്തിലുള്ള ആ ചുവന്ന മീനുണ്ടല്ലോ, അത് ആ സമയം പോലും മനുഷ്യൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടാത്ത ഒരു എറ ഓഫ് ഡിസ്ട്രാക്ഷൻ എന്ന് പറയും. ഒരു വ്യതിചലനത്തിൻ്റെ കാലം, വ്യതിചലിച്ചു പോകുന്ന കാലം, ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത കാലം. അധ്യാപകരുണ്ടെങ്കിൽ അവർക്കറിയാം, കോളേജിലും സ്കൂളിലും ഒക്കെ ഇപ്പോൾ പഠിപ്പിക്കുമ്പോൾ നല്ല പണിയാണിപ്പോൾ. കാരണം അവരുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ, അതായത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയം എന്ന് പറയുന്നത് കുറഞ്ഞു. ഇതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് പള്ളിയിലച്ചൻ, നമ്മുടെ മാർപ്പാപ്പ പറഞ്ഞത്, മര്യാദക്ക് കുർബാന കമ്മിയായിക്കോളേ. പഴയ മാതിരി മണിക്കൂർ കണക്കിലും കണ്ട് കുർബാന ഇപ്പം തന്നെ ചർച്ചകളൊക്കെ വെക്കുകയാണ് അവിടെ. അപ്പോൾ ഇത് കൂടുതൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആളുകൾ വരാത്തൊരവസ്ഥയുണ്ടാവും. ഞാൻ പറയുന്നത് അത് നമുക്കും ബാധകമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് സബ്ജക്റ്റിൽ, ആരുടെ, ഏത് ഭാഷയിൽ വേണമെങ്കിലും, എന്ത് വിഷയത്തിൽ വേണമെങ്കിലും നിങ്ങളുടെ വിരൽത്തുമ്പുകളിൽ, ഒരു ഫിംഗർ ടിപ്സിൽ വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നിങ്ങൾക്ക് സാധനം ഡൗൺലോഡ് ചെയ്തെടുക്കാനോ കാണാനോ കേൾക്കാനോ കഴിയുന്ന ഒരു സമയത്ത് ഇങ്ങനെ കേൾക്കാൻ വന്നിരിക്കുക എന്ന് പറയുന്നത് തന്നെ അൽഹംദുലില്ലാ വലിയ കാര്യമാണ്. എത്ര കാലം ഇതൊക്കെ നിൽക്കുമെന്ന് പറയാൻ കഴിയില്ല. ഏതായാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കേൾക്കുവാൻ വേണ്ടി വരുന്ന ആ വരവിൽ, ഇൽമ അന്വേഷിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വരുന്ന വരവിന്, ഈ ഇരുത്തത്തിനൊക്കെ വലിയ പ്രതിഫലമുണ്ട്. ഉരകങ്ങളും പക്ഷികളും അതേപോലെ തന്നെ മത്സ്യങ്ങളുമൊക്കെ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ പറയുന്ന ഹദീസുകളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു തആല ഈ ചില കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനുള്ള നമ്മുടെ ഈ ഇരുത്തം സഫലമാക്കുമാറാകട്ടെ. അതിൽ കേൾക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും പഠിച്ച തമ്പുരാൻ നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കറിയാം, നേരത്തെ ഓതി വെച്ച ആയത്ത് പോലെ നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ തഖ്വ ഉള്ള ആളുകളായി മാറുക, സൂക്ഷ്മതയുള്ള ആളുകളായി മാറുക. നോമ്പിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നോമ്പിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമായിട്ട്, അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം എന്താണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളായി മാറുക എന്നുള്ളത്. നോമ്പ് മാത്രമല്ല, ഏറെക്കുറെ എല്ലാ അമലുകളുടെയും അടിസ്ഥാനപരമായ ലക്ഷ്യം അള്ളാഹു ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു, സദാ അവൻ്റെ കൺവട്ടത്തിനാണ്, അവൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. റാഖിബില്ല, പടച്ച തമ്പുരാൻ്റെ നിരീക്ഷണത്തിൽ അവനെ കാവൽക്കാരനാക്കി നിർത്തി അവൻ്റെ മുന്നിലാണ് ഞാനുള്ളത് എന്ന ഒരു ബോധം. ഫൈൻ തക്കുൻ തറാഹു ഫൈന്നഹു യറാക.
നിങ്ങൾക്കൊരു പക്ഷേ അവനെ കാണാൻ കഴിയുന്നെങ്കിലും അവൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധം. അയിനമാ കുന്തും വഹുവമാക്കും, നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കർണനരമ്പിനേക്കാൾ കർണനാടിയേക്കാൾ സമീപസ്ഥനായി ഉസ്ജുദ് വക്കത്തരും അല്ലേ, സുജൂദ് ചെയ്യണ സമയത്ത് നിങ്ങളോട് അങ്ങേറ്റം അടുത്തവനായി നിങ്ങളോടൊപ്പം ചാരത്തും ഓരത്തുമായി നിൽക്കുന്ന ഒരു റബ്ബുണ്ട്. ആ റബ്ബിൻ്റെ നിരീക്ഷണത്തിലാണ് എന്നൊരു ബോധം നമ്മളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാ അമലുകളുടെയും ഇബാദത്തുകളുടെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. പക്ഷേ ഇത് എന്തിനാണ് അങ്ങനെ നമ്മൾ തെക്കുവള്ളവരാകുന്നത്? എന്തിനാണ് ഇങ്ങനെ ഒരു ഈ അമലുകളും ഇബാദത്തുകളുമൊക്കെ? അല്ലെങ്കിൽ ആത്യന്തികമായിട്ട് അതിൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മളത് കർമ്മത്തിന് വേണ്ടി കർമ്മം നിർവഹിക്കുന്ന ആളുകളാവുകയും എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഉദ്ദേശിക്കപ്പെടുന്ന ഫലം നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ടോ എന്നൊരു അന്വേഷണം നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും അതില്ല. അതിൻ്റെ ഉപരിപ്ലവമായിട്ടുള്ള ആ കർമ്മം മാത്രം നമ്മൾ നിർവഹിച്ചു പോകുന്നു എന്നല്ലാതെ അതിൻ്റെ റൂഹ് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് നിസ്കാരത്തിലൂടെ ഒരാൾക്ക് ലഭിക്കേണ്ടത് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, മ്ലേച്ഛവും മോശവുമായ കാര്യങ്ങളിൽ നിന്ന് അയാളെ തടുക്കുന്നതും അയാളെ മാറ്റി നിർത്തുന്നതുമായിരിക്കേണ്ടതുണ്ട് നമസ്കാരം എന്ന് പറയുമ്പോൾ ഒരുപാട് മോശപ്പെട്ട പണികൾ ചെയ്തതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ട ആളുകൾ നോക്കുമ്പോൾ അവർ 5 നേരം നല്ലോണം നിസ്കരിക്കുന്നവരായിരിക്കും എന്ന് പറയുമ്പോൾ ആ നമസ്കാരം അയാളിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തിയത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കൊരു 10-61 വയസ്സ് കഴിഞ്ഞു. 11 വർഷം മുമ്പ് 11ാമത്തെ വയസ്സിൽ ഞാൻ കൃത്യമായ നോമ്പെടുക്കൽ തുടങ്ങിയെന്ന് വിചാരിച്ചാൽ തന്നെ 50 വർഷത്തെ നോമ്പ് എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളാകുവാൻ വേണ്ടിയിട്ടാണ് ഈ കർമ്മം എന്ന് പറയുന്ന കർമ്മത്തിൻ്റെ കൂടെ 50 വർഷങ്ങൾ കടന്നു പോയപ്പോൾ 50 വർഷം മുമ്പ് ഞാൻ ഈ നോമ്പെടുക്കുമ്പോൾ എന്തൊക്കെ ജീവിതത്തിൽ കുരുത്തക്കേടും കൊണ്ടാമണ്ടിയും ഒക്കെ ഉണ്ടോ അതെല്ലാം സ്റ്റിൽ ഇപ്പോഴും നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ട് എങ്കിൽ ഈ അമലുകൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ആന്തോളനാണ് ഉണ്ടാക്കിയത്? ഇത് ഞാൻ പറയുമ്പോൾ സാധാരണ ഒരു കഥ പറഞ്ഞു കൊടുക്കലുണ്ട്. ഒരു റെയിൽവേയിൽ ജോലിയെടുത്ത ഒരാളുടെ, നിങ്ങൾ കേട്ടിക്കണമെന്നറിയില്ല, ഞാൻ കൊല്ലം വരുന്ന കണ്ട് ചിലപ്പോൾ തന്നെ പറയും കേൾക്കണം. ഞാൻ എന്നെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു എല്ലാ കൊല്ലവും കൂടെ വിളിക്കേണ്ട, ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടി വരുന്ന ആൾ ഞാനായിരിക്കും. പാലക്കാട്ടിൽ നിന്ന് രാവിലെ പോകുന്ന പക്ഷേ എങ്കിലും അൽഹംദുലില്ലാ ഞങ്ങളോടുള്ള ഒരു മുഹബത്തിൻ്റെ പേരിൽ ഒരു ദിവസത്തെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് വരികയാണ്. ആയതുകൊണ്ട് ഞാൻ പറഞ്ഞോ, നിങ്ങൾ ചിലപ്പം കേട്ടത് തന്നെയാണെങ്കിൽ ക്ഷമിച്ചാൽ. പിന്നെ ഖത്തീബുമാരുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇത് ഓർമ്മ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആയതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും കഴിഞ്ഞ ആഴ്ചത്തെ കുത്തുബേൻ്റെ അടുത്ത ആഴ്ച പറഞ്ഞു കഴിഞ്ഞാലും ആളുകൾക്ക് അതങ്ങനെ കേട്ടങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു റെയിൽവേയിലുള്ള ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ട്രാക്ക്മാനാണ്. ഈ ട്രാക്കിൽ ഇങ്ങനെ കൊട്ടിക്കൊണ്ടി നടക്കുന്ന ഒരാളെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അതാണ് പണി. ആശാന് 10-30 വർഷം വളരെ കൃത്യമായി ജോലിയെടുത്തു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും ആശാൻ ലീവ് എടുത്തിട്ടില്ല. ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ കൃത്യമായിട്ട് പണിയെടുത്തപ്പോൾ അങ്ങനെ പണിയെടുത്ത ഒരാൾ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് ഒരു സമുചിതമായ യാത്രയപ്പ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു യാത്രയപ്പിൻ്റെ പരിപാടി വെച്ചപ്പോൾ സ്വാഭാവികമായിട്ടുള്ളതിൽ വളരെ കനപ്പെട്ട ഒരാൾ, ഡിവിഷണൽ മാനേജറോ അല്ലെങ്കിൽ മന്ത്രിയോ പോലുള്ള ആളൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന് ഈ റിട്ടയർ ആകുന്ന സമയത്തുള്ള ഗുണം എന്താണെന്നറിയാം. നമ്മളൊക്കെ സർവീസിൽ നിന്ന് റിട്ടയർ ആയതാണ്. അതുകൊണ്ട് നമുക്ക് അറിയാം ഈ റിട്ടയർ ആയ ആൾക്കാർ കുറേ ഉണ്ടാവും. ആകെ മനുഷ്യന്മാരെക്കുറിച്ച് നല്ലത് പറയുന്നത് 2 അവസരത്തിലാണ്. ഒന്നുമില്ലേ മരിക്കണം, അല്ലെങ്കിൽ റിട്ടയർ ആകണം. റിട്ടയർ ആകുമ്പോൾ നല്ലൊക്കെ വർത്തമാനം പറയും. കാരണം എന്താ വെച്ചാൽ ഇതോടുകൂടി ശല്യം കഴിഞ്ഞു, പിന്നെ അയാളെ കേൾക്കുകയോ കാണുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ ഈ മൂപ്പരെക്കുറിച്ചിട്ട് ഇങ്ങനെ വാനോളം പുകഴ്ത്തിയൊക്കെ പറഞ്ഞു. കാരണം ഈ മനുഷ്യന് ഒരു ദിവസം പോലും ലീവ് എടുത്തിട്ടില്ല. മഴയത്തും മഞ്ഞത്തും കാറ്റത്തും തണുപ്പത്തും വെയിലത്തും ചൂടത്തും എന്ന് പറഞ്ഞ പോലെ എല്ലാ ടൈമിലും ഇദ്ദേഹം തൻ്റെ ജോലി കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് മോണിമെൻ്റൊക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തിനോട് പകരം മറുപടി പ്രസംഗം പറയാൻ പറഞ്ഞു. ആ മറുപടി പ്രസംഗം പറയാൻ പറഞ്ഞപ്പോൾ ആശാൻ പറഞ്ഞത്, ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയ പ്രായത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എൻ്റെ കയ്യിൽ ഈ സാധനം ഈ വടിയുണ്ടല്ലോ ഇങ്ങനെ തട്ടുന്ന സംഭവം എന്താ വെച്ചാൽ ഈ ട്രാക്കിൽ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഈ നെട്ടോ ബോൾട്ടോ അനങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയാമെന്നുള്ള നമുക്കുണ്ടല്ലോ. ഒരാളോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് എവിടെയെങ്കിലും ലൂസ് ഉണ്ടെങ്കിൽ വേഗം അറിയും. അതേപോലെ ഇതിങ്ങനെ തട്ടിയാൽ ഇത് അറിയുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ആശാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാനിങ്ങനെ ചെറിയ പ്രായത്തിൽ വന്നതിന് ശേഷം എൻ്റെ കയ്യിൽ ഇത് ഏൽപ്പിച്ചു. ഇവിടുന്ന് 8 കിലോമീറ്റർ അങ്ങോട്ടും അവിടുന്ന് 8 കിലോമീറ്റർ ഇങ്ങോട്ടും ഇതിങ്ങനെ തട്ടണം എന്ന് പറഞ്ഞു. ഞാനിത് കൃത്യമായി തട്ടി. പക്ഷേ എൻ്റെ ദുഃഖം എന്താണെന്ന് വെച്ചാൽ, എന്തിനാണിത് തട്ടണമെന്ന് മാത്രം പറഞ്ഞു തന്നില്ല. എത്ര കൊല്ലം തട്ടി? നമ്മൾ എത്ര കൊല്ലമായി നോമ്പെടുക്കണം, എത്ര കൊല്ലമായി നമസ്കരിക്കുന്നു? ഇതൊക്കെ ആത്യന്തികമായിട്ട് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അള്ളാഹു ഇതിനാ നമ്മളെ പഠിച്ചെന്നാണ്.
നമ്മളെ മനസ്സിലാക്കിയിട്ടുള്ളത് അള്ളാഹു നമ്മളിനെ നോമ്പെടുക്കാനും നിസ്കരിക്കാനും അതുപോലുള്ള കുറേ സംഗതികൾക്കുമാണ് പഠിച്ചത്. അല്ല, അങ്ങനെയാണെങ്കിൽ പടച്ചോനിക്ക് അന്ന് തന്നെ നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസുലക. എന്തിനാണ് അവിടെ പോയിട്ട് രക്തം ഉണ്ടാക്കുന്ന, രക്തം ചിന്തുന്ന, കുഴപ്പമുണ്ടാക്കുന്ന, പാര വയ്ക്കുന്ന, കുതികാൽ വെട്ടുന്ന, പരസ്പരം പടലപ്പടക്കം ചെയ്യുന്ന ഇവന്മാരെ എന്തിനാണ് അയക്കുന്നത്? നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസുലക. ഞങ്ങളില്ലേ തസ്ബീഹും തഹ്മീദും അതുപോലുള്ള സംഗതികളൊക്കെ ചെയ്യാൻ, ഇവന്മാരെ അങ്ങോട്ട് അയക്കേണ്ടതുണ്ടോ എന്ന് അന്ന് തന്നെ ചോദിച്ചല്ലോ. അപ്പം എന്താ പറഞ്ഞത്? ഇനി ആഴലമോ മാലാത്ത ആഴലമോ, നിങ്ങൾ ഉദ്ദേശിക്കാത്ത ചില പണിക്കാണ് ഇവരെ അയക്കുന്നത്, നിങ്ങൾ പറഞ്ഞമാതിരിയുള്ള സംഗതിക്കല്ല. അപ്പം ഞാനും നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ സംഗതി ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ഇബാദത്തിനാണ് പഠിച്ചതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് നിസ്കരിക്കാനും നോമ്പ് നോക്കാനും അതുപോലുള്ള കുറച്ച് ആരാധനാ കർമ്മങ്ങൾക്കുമാണ് എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ആരാധനാ കർമ്മങ്ങളൊക്കെ അടിസ്ഥാനപരമായ ഒരു ഉത്തരവാദിത്തം നിർവഹിക്കാനുള്ള ടൂൾസ് മാത്രമാണ് എന്ന തിരിച്ചറിവില്ലാതെ പോയി എന്നുള്ളതാണ്. ഒരാൾ UPSC എക്സാം എഴുതുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അയാൾ IAS IPS ഒരു സിവിൽ സർവീസിലേക്ക് എത്തിപ്പെടാനാണ്. യഥാർത്ഥത്തിൽ ആ എക്സാം അല്ല അയാളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് അപ്പുറത്തൊരു സാധനമുണ്ട്. ആ ലക്ഷ്യത്തിൽ എത്തിപ്പെടാനുള്ള ഒരു ടൂളാണ് എന്ത്? ഈ എക്സാം. അതേ അർത്ഥത്തിൽ ഈ നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും അതേപോലെ തന്നെ നമ്മുടെ അമലും ഇബാദത്തും ദിക്റും ദുആയും എന്ന് പറഞ്ഞ പോലെ സലാത്തും സക്കാത്തും എല്ലാം നിങ്ങൾ എടുത്തു നോക്കിയാൽ അതെല്ലാം ആത്യന്തികമായിട്ട് നമ്മളെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റുവാൻ, നല്ലൊരു പേഴ്സണാലിറ്റി, ഇസ്ലാമിക് പേഴ്സണാലിറ്റി ആയിട്ട്, ഒരു ഇസ്ലാമിക വ്യക്തിത്വമായിട്ട് നമ്മളെ രൂപപ്പെടുത്തി അതിനെ കൊത്തിച്ചെതുക്കിയെടുത്ത് നന്നാക്കി എടുക്കുക എന്നതാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ആ അർത്ഥത്തിലുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ പ്രാപ്തമാകുന്നില്ലെങ്കിൽ അതാണ് ആ തഖ്വ ഉള്ള ആളുകളായിട്ട്, ആ സൂക്ഷ്മതയുള്ള ആളുകളായിട്ട് പടച്ചവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ജീവിതത്തെ നിർദ്ധാരണം ചെയ്തെടുത്ത, അല്ലെങ്കിൽ ജീവിതത്തെ ചെതുക്കിയെടുത്ത ആളുകളായിട്ട് നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ ഈ അമലുകളൊക്കെ ഒരു വൃഥാ വ്യായാമമായിട്ട് മാറുന്നു എന്നാണ്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. നമ്മൾ എന്താ ഒരു ഉദാഹരണം പറയാൻ, ഒരു വാട്ടർ പ്രൂഫായിട്ടുള്ള ഫുൾ ഒരു സാധനം, ഒരു എന്താണ് നമ്മൾ ബൈക്കിലൊക്കെ പോകുമ്പോഴില്ലേ, എന്താണ് വാട്ടർ പ്രൂഫായിട്ടുള്ള ഇത് റെയിൻകോട്ട്, അതുപോലുള്ള ഒരു റെയിൻകോട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഒരാൾ പുഴയിലിറങ്ങി, എന്നിട്ട് അയാൾ ദേഹത്ത് നല്ല സോപ്പൊക്കെ തേച്ച് വെള്ളത്തിൽ കുളിച്ച് മുങ്ങി കയറി വന്നു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് ഞാൻ കുളിച്ചു എന്നുള്ള പണി അയാൾ നിർവഹിച്ചിട്ടുണ്ട്, യാതൊരു സംശയമില്ല. അയാൾ സോപ്പ് തേച്ചിട്ടുണ്ട്, മുങ്ങി കുളിച്ചിട്ടുണ്ട്. പക്ഷെ അയാളുടെ ദേഹത്തേക്ക് അതിൻ്റെ ഒരു അസറും ഇല്ല, അതിൻ്റെ യാതൊരു ഇതും അയാളില്ല. കാരണം അയാൾ നിർവഹിച്ച കർമ്മങ്ങൾ പുറത്തു കൂടെ മാത്രമാണ്, അതിൻ്റെ ആത്യന്തികമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അത് കയറിയിട്ടില്ല. ഇങ്ങനെയുള്ള അമലുകളും ഇബാദത്തുകളാകുമ്പോൾ അത് മനുഷ്യൻ്റെ ജീവിതത്തിന് സ്പർശിക്കില്ല. ആയതുകൊണ്ട് തന്നെ അവരെത്ര അമലും ഇബാദത്തും ചെയ്ത് കഴിഞ്ഞാലും അതിൽ നിന്ന് എന്താണോ ഒരു ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടേണ്ടത്, എന്താണോ നമ്മളായി മാറേണ്ടത്, അതാകാതെ പോകുക എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളാകുക എന്ന് പറയുന്നത് നഷ്ടപ്പെടുന്നു എന്നുള്ള. അതിന് പറഞ്ഞത് ഒരു സംഗതി നമ്മൾ എടുത്തു നോക്കിയാൽ അതിൻ്റെ ശരീരവുമുണ്ട്, അതിൻ്റെ ആത്മാവുമുണ്ട്. നോമ്പിനുമുണ്ട് ശരീരവും ആത്മാവും, അതേപോലെ നിസ്കാരത്തിനുമുണ്ട് ശരീരവും ആത്മാവും. ഓരോ അമലിനുമുണ്ട് അത് രണ്ടും. ഈ ആത്മാവില്ലാത്തൊരു ജഡം അതിന് ആർക്കും വേണ്ട. നമ്മൾ ഈ മയ്യത്തുനിന്ന് പേനിറങ്ങുക എന്നൊക്കെ പറയും അല്ലേ, ഇവിടെയും പറയുമല്ലോ അല്ലേ. എന്താണ് ഇപ്പോൾ ആ മയ്യത്തുനിന്ന് പേനിറങ്ങുക? പേന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ വളർത്തുന്ന സാധനമൊന്നുമല്ല, അത് വളർന്നു വരുന്നതാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം കൊല്ലുന്ന സാധനമാണ്, നമുക്കൊരിക്കലും വേണ്ടാത്ത സാധനം. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ ആ സാധനത്തിന് പോലും നിങ്ങൾ അങ്ങേറ്റ അവജ്ഞയോടെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന ആ സാധനത്തിന് പോലും നിങ്ങളെ വേണ്ട, നിങ്ങളെ വിട്ട് ഇറങ്ങിപ്പോവുകയാണ്. നിങ്ങളുടെ വീട്ടിൽ 7 or 8 ആളുണ്ടെങ്കിൽ അതിൽ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ വന്ന് ഡയഗ്നൈസ് ചെയ്തിട്ട് ഇയാൾ മരിച്ചു പറയാതെ നമുക്ക് പറയാൻ ധൈര്യം ഉണ്ടാവില്ല. വേണ്ടപ്പാ നമ്മൾ പറഞ്ഞിട്ട് ഇനി പുലിവാല് വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാതെ മാറി നിൽക്കും. പക്ഷേ ആ വീട്ടിലെ ഉറുമ്പുകൾക്ക് അറിയാം ഈ സാധനത്തിൽ ഇതിൽ ഒരെണ്ണം മരിച്ചു കിടക്കണമെന്ന്. ആയതുകൊണ്ടാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഈ മയ്യത്തും കെട്ടലിൻ്റെ ചോട്ടിൽ മണ്ണെണ്ണ തുണിയൊക്കെ ചുറ്റി വെക്കും പണ്ട്. ഇപ്പോൾ പിന്നെ ഫ്രീസറിൽ കയറ്റലാണ് അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ അതിൽ ഒരാൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ജഡം മാത്രമായി കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ സാധനത്തിനും നിങ്ങൾക്ക് വേണ്ട, ഏറ്റവും ചെറിയ സാധനത്തിനും നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ കഴിയും. ഇത് തന്നെയാണ് അമലുകളുടെയും കഥ. അമലുകളും ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ പറയപ്പെട്ട രൂപത്തിലുള്ള അതിൻ്റെ റൂഹ്, അതിൻ്റെ ആത്മാവില്ലാതെ പോയി കഴിഞ്ഞാൽ അത് തന്നെയാണ്. നോമ്പിൽ നേരെ പടച്ചതമ്പുരാൻ്റെ തഖ്വ നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നൊരു കർമ്മമാണ് നോമ്പ്. നോക്കുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ വിശപ്പുണ്ട്, ദാഹമുണ്ട്, ലൈംഗികമായ ചോദനകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്.
പക്ഷെ അതിനെയൊക്കെ നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അതൊക്കെ ആ ഇച്ഛകളോടൊക്കെ വളരെ ശക്തമായൊരു സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ ആവശ്യങ്ങളോടൊക്കെ നോ പറഞ്ഞുകൊണ്ട് അവിടെ ഞാൻ നിൻ്റെ ഇഷ്ടത്തിന് ഞാൻ കയറൂരി വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡ്രൈവർ വാഹനത്തെ നിയന്ത്രിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിൻ്റെ ആഗ്രഹത്തെയും അഭിലാഷങ്ങളെയും കാമനകളെയും മോഹങ്ങളെയും സ്വപ്നങ്ങളെയും ഒക്കെ വളരെ കൃത്യമായിട്ട് ഒരു ഡ്രൈവർ ചവിട്ടി നിർത്തും പോലെ നിർത്തേണ്ടിടത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ റഹ്മാനായ റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഒരു പക്ഷേ എൻ്റെയും നിങ്ങളുടെയും കൈതെടുക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്യേണ്ടെന്ന് പറയാൻ ഒരാളുമില്ല. ഭക്ഷണം മുമ്പിലുണ്ട്, നല്ല വിശപ്പുണ്ട്, അതിപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയാനോ തടയാനോ ആരുമില്ല. ആരും നമ്മളോട് ചോദിക്കാനില്ല. അസറിന് നമ്മൾ പള്ളിയിലേക്ക് വരുന്നു, വായിൽ വെള്ളം വയ്ക്കുന്നു, സകലമാന നരമ്പുകളും കൂടെ താഴത്തേക്ക് നിന്ന് പിടിച്ചു വലിക്കുന്നു. പക്ഷേ ലെഫ്റ്റും റൈറ്റും ഉള്ള ആരും കാണാൻ പോകുന്നില്ല. ഒരാളും കാണുന്നില്ലെങ്കിലും നമ്മളൊരിറ്റ് വെള്ളം ഇറക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ റഹ്മാനായ റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ എവിടെയാണെങ്കിലും അവൻ്റെ കൺവെട്ടത്താണ് നമ്മൾ, അവൻ്റെ സർവൈലൻസ് ക്യാമറയുടെ മുമ്പിലാണ് ഞാൻ, ആയതുകൊണ്ട് അവൻ്റെ നിരീക്ഷണത്തിലാണ് ഞാൻ എന്ന ഒരു ബോധമാണ് ഈ തഖ്വ എന്ന് പറയുന്നത്. ആ ഒരു ബോധം കൃത്യമായിട്ട് റമദാനിലുണ്ട്. പക്ഷേ എൻ്റെ ഒരു ചോദ്യം അതല്ല. ഞാനിപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സഹോദരിമാരുടെ ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ അവിടുന്ന് ഒരുപാട് സംശയങ്ങൾ, കാരണം നിങ്ങൾക്ക് അങ്ങനെ സംശയമുണ്ട്. അത് കാരണം ആലിമ്യങ്ങളെ എപ്പോഴും കാണുന്നത് കൊണ്ട് ആണുങ്ങൾ വല്ലാതെ സംശയം ചോദിക്കില്ല. സ്ത്രീകൾക്ക് ഇതേപോലുള്ള ക്ലാസ്സിൽ എപ്പോഴെങ്കിലും ആരെ കിട്ടുക, കാരണം അവർ കുത്തുബ കേട്ട് അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ നമ്മളിങ്ങനെ ക്ലാസ്സിന് പോകുമ്പോഴായിരിക്കും ചോദ്യങ്ങൾ വരിക. ആ സമയത്ത് കാര്യമായി വരുന്ന ചോദ്യങ്ങളിലൊന്ന് ഇയർബഡ് ഇട്ടാൽ നോമ്പ് പോകുമോ, അതുമാതിരി സുറുമ എഴുതിയാൽ നോമ്പ് പോകുമോ, മറ്റേ ഇയർ ഡ്രോപ്പ് വെച്ചാൽ പോകുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കിയാൽ അതിങ്ങനെ ഉപ്പുണ്ടോ നോക്കിയാൽ മധുരം ഉണ്ടോ നോക്കിയാൽ ഇങ്ങനെ വല്ലാത്തൊരു പേടി. ഈ ചോദ്യത്തിൻ്റെ ഒക്കെ മർമ്മം എന്താ? എൻ്റെ ശരീരത്തിനകത്തേക്ക് എന്തോ ഒരു സാധനം കടന്നു പോയാൽ അത് ചെവി കൂടെ കണ്ണു കൂടെ മൂക്ക് കൂടെയോ അല്ല ഏതെങ്കിലും അർത്ഥത്തിൽ എൻ്റെ ശരീരത്തിൻ്റെ അകത്തേക്ക് ഒരു സാധനം കടന്നു പോയാൽ നോമ്പ് പോകും. ആയതുകൊണ്ട് ഇതൊക്കെ കൊണ്ട് പോകുമോ, മുങ്ങി കുളിച്ചാൽ നോമ്പ് പോകുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വല്ലാത്ത ആശങ്കയോടുകൂടെ പോവുമോ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. പക്ഷേ ഇതുവരെ ഇങ്ങനെ ഒരു ചോദ്യം കേട്ടിട്ടില്ല. എന്ത്? ഞാൻ മോശമായ വാക്കും പ്രവൃത്തിയൊക്കെ ഉപേക്ഷിച്ചാൽ, അല്ല ഞാൻ ഒരാളിനോട് നുണ പറഞ്ഞാൽ നോമ്പ് പോകുമോ, പരിഹസിച്ചാൽ നോമ്പ് പോകുമോ, മറ്റൊരാളെ പറ്റി പരദൂഷണം പറഞ്ഞാൽ നോമ്പ് പോകുമോ, മറ്റൊരാളെ പറ്റി കുറ്റം പറഞ്ഞാൽ നോമ്പ് പോകുമോ, അങ്ങനെ ഒരു ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ടോ ചോദിച്ചാൽ നമ്മൾ കേൾക്കില്ല. കാരണം പോകില്ല എന്നാണ് നമ്മുടെ ധാരണ, അല്ലേ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല യദഅ ഖൗല സൂരി വൽ അമല ബിഹി ലൈസ ലില്ലാഹി ഹാജ അയ്യദഅ തആമഹു വശറാബഹു. ആരും മോശമായ വാക്കും പ്രവൃത്തി ഉപേക്ഷിക്കുന്നില്ലയോ അവനിങ്ങനെ ഇതൊക്കെ പട്ടിണി കിടക്കണം, അതേപോലെ തന്നെ ഈ പട്ടിണിയും പരിവട്ടവും അതേപോലെ തന്നെ പ്രയാസവും ദാഹവും ഒക്കെ സഹിക്കണമെന്ന് അള്ളാഹ്ക്ക് യാതൊരു നിർബന്ധമില്ല. നിങ്ങളോട് ആര് പറഞ്ഞിങ്ങനെ ഇടങ്ങാറാകാൻ ഇത് ഒഴിവാക്കുന്നില്ല എങ്കിൽ വാസ്തവത്തിൽ അത് ഒഴിവാക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ ആത്മാവിൽപ്പെട്ടതാണ്. നമ്മൾ ആ ശരീരം കൃത്യമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ കൽപ്പന കൃത്യമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടേണ്ട ഒരു സാധനമുണ്ട്, വളരെ മനോഹരമായ വ്യക്തിത്വമായിട്ട് നമ്മൾ മാറുക എന്നുള്ളത്. ഇവിടെ വേറൊന്നും ഞാൻ ചോദിച്ചു നോക്കട്ടെ. നമ്മളിപ്പോൾ ഒരു നോമ്പുകാരനായിരിക്കെ വേറൊരാൾ നമ്മളോടൊരു വഴക്കിഴ് വന്നു. ഞങ്ങൾ പാലക്കാട്ടിൽ അതിന് മെക്കിട്ട് കയറുക എന്നാണ് പറയുക. നിങ്ങളെന്താ കുതിര കയറുക എന്നാണ് പറയുള്ളൂ അല്ലേ? എന്തായാലും ഇങ്ങനെ നമ്മളോടിങ്ങനെ ഒരു മെക്കിട്ട് കയറാൻ വേണ്ടി വന്നു. അങ്ങനെ നമ്മളോടിങ്ങനെ എന്തൊരു വഴക്കിനോ വക്കാടത്തിനോ വന്നാൽ നമ്മുടെ നിലപാടെന്താണ്? നമ്മളെന്താ പറയൽ? ഇന്നീ സായം ഞാൻ നോമ്പുകാരനാണ്. ഇപ്പോഴത്തെ കുട്ടികൾ പറയില്ല 6:30 കഴിയട്ടറ വെച്ചിട്ടുണ്ട് എന്നാണ്, അല്ലേ? ഈ മാലയിട്ട സമയത്ത് വളരെ നീറ്റായിരിക്കും. മാല ഊരിയാൽ പിന്നെ വീണ്ടും അതേപോലെ ആ നോമ്പ് സമയം കഴിഞ്ഞാൽ വേറൊന്നാവും എന്ന് പറഞ്ഞ പോലെ അത് കഴിയട്ടെ എന്നുള്ളതാണ് പുതിയ നിലപാട്. പക്ഷെ അവിടെ ഒരു വിശ്വാസി പറയേണ്ടത് ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ആ നോമ്പിലൂടെ യഥാർത്ഥത്തിൽ നല്ല തഖ്വയുള്ള ഒരു മനുഷ്യനായി എന്നെ മാറ്റുന്ന ഒരു പ്രക്രിയയിൽ ഞാനിപ്പോൾ ഈടുപെട്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ എന്തിനെങ്കിലും വന്നു കഴിഞ്ഞാൽ കിട്ടില്ല. ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഒരു പോലീസുകാരൻ അയാളുടെ യൂണിഫോം ഇട്ടിട്ട് അയാൾ വിത്ത് ഹിസ് യൂണിഫോം ഓൺ ഡ്യൂട്ടി ആ സമയത്ത് ഈ ബിവറേജിൻ്റെ മുമ്പിൽ സാധനം വാങ്ങാൻ വേണ്ടി പോയി നിൽക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളൊക്കെ വളരെ ഗൗരവത്തിലാണല്ലോ, ആരും ഒന്നും കൊണ്ടില്ലല്ലോ. നിങ്ങൾ ക്ലാസ് കേൾക്കാമെന്നല്ലാണ്ട് തിരിച്ചൊന്നും പറയില്ല അല്ലേ? എനിക്കാണ് ഈ ഇൻട്രാക്റ്റീവ് മെത്തേഡിൽ ക്ലാസ് എടുത്തത്. മാത്രം ഇന്നത്തെ കാലത്ത് അതേ നടക്കുള്ളൂ. പഴയ ആ നെടുങ്കം ഞാനാ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള സാധനത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ പറയുമ്പോൾ നിങ്ങളങ്ങ് ഉറങ്ങിപ്പോവും. ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല, കണ്ടിട്ടില്ല. എന്താ സംഗതി എന്ന് വെച്ചാൽ അകത്തും സർക്കാരാണ് പുറത്തും സർക്കാരാണ്. ഇയാളത് വാങ്ങിയാലേ മറ്റയാൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുള്ളൂ. സംഭവം ശരിയാണ്. പക്ഷേ എങ്കിലും ആ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ഡിഗ്നിറ്റി ഉണ്ട്, ആ യൂണിഫോമിനൊരു മതിപ്പും മര്യാദയുണ്ട്. അത് ഇട്ട് കഴിഞ്ഞിട്ട് ആ പണിക്ക് ഇതിന് നിരക്കാത്തൊരു പണി അയാൾ ചെയ്യാൻ പാടില്ല.
ആയതുകൊണ്ട് തന്നെ അയാൾ ആ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് പോവില്ല. നോമ്പുകാരനാകുമ്പോൾ ഈ നോമ്പുകാരൻ്റെ ഒരു സൂക്ഷ്മതയുടെ തലത്തിലേക്ക് നമ്മളെ വളർത്തുന്ന നോമ്പുകാരനായ ഞാൻ, എന്നോടിങ്ങനെ ആരോ ഒരാളിങ്ങനെ വഴക്കിനോ വയ്യാവലിക്കോ വരികയാണെങ്കിൽ അവനോട് നമ്മുടെ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എന്നെ തന്നെ മാറ്റിയിരിക്കുന്ന, ഞാൻ രാവിലെ 5:15 ഒരു യൂണിഫോമിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി 6:35 അല്ലാഹു അക്ബർ അല്ലാഹുമ്മ ലഖസും തു വബിക ആമൻ തു പറയുന്നത് വരെ ഞാനൊരു പ്രത്യേക യൂണിഫോമിലാണ്, പ്രത്യേക സംസ്കാരത്തിലാണ്, ഞാൻ അർത്ഥത്തിലാണ് ഞാനുള്ളത്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ എന്നെ വേറൊരു സാധനമാക്കാൻ വന്നാൽ കിട്ടൂല. ഞാൻ വേറെ മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു നല്ല മനുഷ്യനായിരുന്നു അല്ലേ? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലിൻ. വളരെ മനോഹരമായ ഘടനയിലാണ് സൃഷ്ടിച്ചത്. ഒരു ശില്പിയുടെ കയ്യിൽ നിങ്ങളൊരു ഒരു ആശാരിയുടെ കയ്യിൽ ഒരു മരത്തടി കൊടുത്താൽ അയാൾ മനോഹരമായൊരു ശില്പം ഉണ്ടാക്കി തരും. അയാളോട് നിങ്ങൾ ചോദിക്കണം, ഈ ശില്പം എവിടുന്നാണ് ചങ്ങായി കിട്ടിയത് എന്ന് ചോദിച്ചാൽ അയാൾ പറയും, ഇത് ഓൾറെഡി ഇതിലുണ്ട്. ശില്പമല്ലാത്തതിനെയൊക്കെ ഞാൻ കൊത്തി മാറ്റിയപ്പോൾ എനിക്ക് ശില്പം കണ്ടെത്താൻ പറ്റി. യഥാർത്ഥത്തിൽ അതേപോലൊരു നല്ല മനുഷ്യൻ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട് അല്ലേ? വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസാഹ. ധർമ്മത്തെക്കുറിച്ചും അധർമ്മത്തെക്കുറിച്ചും കൃത്യമായ അവബോധം നൽകിക്കൊണ്ട് ഈ ദുനിയാവിലേക്ക് അയക്കപ്പെട്ട വളരെ മനോഹരമായൊരു മനുഷ്യനാണ്. കള്ളവും കാപട്യവും ഒന്നും ഇല്ലാത്ത ഒരു ഉള്ളമായിരുന്നു നമ്മുടേത്. ഒന്നാലോചിച്ച് നോക്കുക. ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വളരെ നിഷ്കളങ്കമാണ്. അവർ രണ്ടുപേരും ഭയങ്കരമായി അടിപിടിക്കും, തല്ലുപിടിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അവർ വളരെ ഭംഗിയായിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ അവരുടെ ഉള്ളിൽ വേറെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, വേറെ താല്പര്യങ്ങളില്ല. അവരുടെ മനസ്സിൽ അങ്ങനെ വേറെ വല്ല കരുതിവെപ്പില്ല, ഈഗോ ഇല്ല, ഇതൊന്നുമില്ല. നമ്മളങ്ങനെയാണോ? അല്ല. നമ്മൾ വലുതാവുമ്പോഴേക്ക് നമുക്കിങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ അകത്തേക്ക് കയറി, അതല്ലാത്തതിനെയൊക്കെ ഒന്ന് ചെതുക്കി എടുത്തുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ആ ശില്പത്തെ നമുക്കൊന്ന് കണ്ടെത്തണം. യഥാർത്ഥത്തിലുള്ള മനുഷ്യനെ നമുക്കൊന്ന് കണ്ടെത്തണം. അതിനുള്ളൊരു പ്രക്രിയയിലൂടെയാണ് നമ്മളീ പോകുന്നത് എന്ന അർത്ഥത്തിലേക്ക് നോമ്പിനെ ഒന്ന് വായിച്ചെടുത്താൽ, നോമ്പിനൊന്ന് മാറ്റിയെടുത്താൽ, എന്നിട്ടിപ്പോൾ എന്തിനാണിത്? അതാണ് ഞാൻ പറഞ്ഞത്. ഈ എല്ലാ അമലും ഇബാദത്തും എന്തിനാണ് എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യാത്തത്. നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നത് ഇതിൻ്റെ ഫിഖ്ഹും ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഇതിൻ്റെ എല്ലാ ഓരോ സംഗതികളുമൊക്കെ, അതിൽ തറാവീഹിൻ്റെ രംഗം, അതിൽ കൈകെട്ടേണ്ടത്, അതുപോലുള്ള എല്ലാ ഓരോ ഈച്ച് ആൻഡ് എവരിതിങ് അത് വളരെ സൂക്ഷ്മവും സ്ഥൂലവുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും. പക്ഷെ അതോടൊപ്പം ഇത് യഥാർത്ഥത്തിൽ എന്തിനാണ് ഇതൊക്കെ ചെയ്തിട്ട് അവസാനം ആത്യന്തികമായിട്ട് എന്തിനാണ് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യപ്പെടാറില്ല. നോക്കുക, നമ്മൾ ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് നിങ്ങളെ മനോഹരമായ ഒരു വ്യക്തിത്വമാക്കി മാറ്റാനുള്ള ഒരു ടൂളിലൂടെ, ഒരു പ്രക്രിയയിലൂടെ, ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ പോവുകയാണ്. അങ്ങനെ പോയിട്ട് ഏറ്റവും നല്ലൊരു വ്യക്തിത്വമായിട്ട് നിങ്ങൾ മാറണം. ഇന്നിത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിന് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കല്ലേ. എങ്ങനെയാ വെച്ചാൽ ഒരു കല്ല് കൊത്തുന്ന ആളുകളുടെ കഥ പറഞ്ഞു കൊടുക്കലുണ്ട്. കല്ല് കൊത്തുന്നിടത്ത് വന്ന് ചോദിച്ചു, എന്താ ഇത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, വർക്കിംഗ് ഫോർ മൈ ബ്രെഡ്, ഞാൻ എൻ്റെ വയറ്റപ്പഴപ്പിന് വേണ്ടി പണിയെടുക്കുകയാണ്, എന്തോ ഉജീനത്തിന് പണിയെടുക്കുകയാണ് പറഞ്ഞു. രണ്ടാമത്തെ ആളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഐ ആം കാവിങ് എ സ്റ്റോൺ, ഒരു കല്ലിങ്ങനെ ഞാൻ കൊത്തിച്ചെതുക്കി വൃത്തിയാക്കി എടുക്കുകയാണ്. മൂന്നാമത്തെ ആളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഐ ആം ബിൽഡിങ് എ ടെമ്പിൾ, ഞാൻ മനോഹരമായൊരു ദേവാലയത്തിൻ്റെ പണിയിലാണ്. 3 പേര് ചെയ്യുന്ന പണി എന്താ? സെയിം, ഒരേ പണിയാണ്. പക്ഷെ 3 ആൻസർ വരാൻ എന്താ കാരണം? എന്താണ് 3 ആൻസർ വരാൻ കാരണം? എന്താ കാരണം എന്ന് വെച്ചാൽ 3 കാഴ്ചപ്പാടാണ്. അതിനേക്കാൾ നല്ലത്, അതിനെ നല്ല മലയാളം മനോഭാവം എന്നാണ് പറയുക, ആറ്റിറ്റ്യൂഡ് എന്നാണ് പറയുക. ഒരു സംഗതിയോട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഈ നോമ്പിനെയും ഇതിനെ എല്ലാറ്റിനും നമ്മൾ ഈ അർത്ഥത്തിലെടുത്ത് നോക്കുക. ആറ്റിറ്റ്യൂഡ് എന്താണ്? നിങ്ങൾ യഥാർത്ഥത്തിൽ അത് നിർവഹിക്കണം. അവിടെ അയാൾ നോക്കുക, വൈകുന്നേരം ആകുമ്പോൾ എന്തോ ഒരു കൂലി കിട്ടണം, അതിന് എന്തോ ഒരു പണിയെടുക്കണം. ഇന്ന് ഈ പണിയാണ് കിട്ടിയത്, അപ്പോൾ ആ പണി ചെയ്യുന്നു. നാളെ വേറൊരു പണി, അയാൾക്ക് അത്രയേ ഉള്ളൂ, ഒരു കൂലി കിട്ടുന്നൊരു പണി. രണ്ടാമത്തെ ആൾ അങ്ങനെയല്ല മനസ്സിലാക്കുന്നത്, പണിയൊന്നും ഇല്ലാത്തപ്പോൾ എന്നെ വിളിച്ച് പണി തന്നതാണ്. ഞാൻ വളരെ സൂക്ഷ്മതയോടുകൂടെ ഓരോ കല്ലുകളും ഇതാക്കി എടുത്തിട്ടില്ലെങ്കിൽ ഒരു കല്ലിന് പകരം 2 കല്ല് വേസ്റ്റാവും. പണിയില്ലാത്ത സമയത്ത് പണി തന്ന ആൾക്കിട്ട് ഒരു പണി കൊടുക്കാൻ പാടില്ല എന്നാണ് അയാൾ വിചാരിക്കുന്നത്. ആയതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട്, വളരെ ശ്രദ്ധിച്ചിട്ട്, വളരെ അവധാനതയോടുകൂടി, ജാഗ്രതയോടുകൂടി, ശ്രദ്ധയോടുകൂടി അയാൾ ആ കർമ്മം നിർവഹിക്കുന്നു. കുറേ കൂടെ അയാൾ അതിൽ സമർപ്പതനാണ്. മൂന്നാമത്തെ ആൾ നോക്കുമ്പോൾ അയാൾ മനസ്സിലാക്കിയത് ഇതൊരു കൂലിയുടെ പണിയല്ല, ഇത് കിയാമത്ത് നാൾ വരെ നിൽക്കുന്ന ഒരു സൗധമാണ്. ആ സൗധം ഉണ്ടാക്കുന്നതിൽ എൻ്റെ ഒരു പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ, എൻ്റെ പങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തപസ്യയാണ്, അതൊരു സബരിയാണ്, അത് വേറെ സംഗതിയാണ്.
ആയതുകൊണ്ട് ഞാൻ അവിടെ എൻ്റെ ഒരു കൂലിയോ എൻ്റെതോ നേരോ ഒന്നും അല്ല ഞാൻ നോക്കേണ്ടത്. ഞാൻ എന്നെ സർവാത്മന സമ്പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ഒന്നാമത്തെ ആളുകൾ നോക്കുക, ഇസ്ലാമിൻ്റെ ഇതേമാതിരിയാണ് നമ്മളും കണ്ടിട്ടുള്ളത്. ഒന്നാമത്തെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഇസ്ലാമുണ്ട്, ഒരു പേരുണ്ട്, അതേമാതിരി സുന്നത്ത് ചെയ്തിട്ടുണ്ട്, അതേമാതിരി തലയിലെന്തോ തട്ടോ ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ചില സംസ്കാരങ്ങളും രീതികളും ഒക്കെ അവരുടെ കയ്യിലുണ്ട്. പിന്നെ അവർക്ക് ചിലപ്പോൾ ഇസ്ലാം വരില്ല, എന്താ വെച്ചാൽ പിന്നെ പേര് ഇങ്ങനെ ഉണ്ടാവും, പിന്നെ ചിലപ്പോൾ നിസ്കാരമോ കാര്യം ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ അങ്ങാടി കൂടെ ഈ ഷഹബാനും റമദാനും ഷവ്വാലും ഒക്കെ അവർക്ക് ഒരേപോലെ ആയിരിക്കും, അതിലൊരു വ്യത്യാസം ഉണ്ടായില്ല. അങ്ങനെ അങ്ങ് പോവും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത്, പിന്നെ അദ്ദേഹത്തിൻ്റെ കല്യാണമൊക്കെ വരുമ്പോഴാണ് രണ്ടാമത് ഇസ്ലാം വരിക. അപ്പോൾ വരും, അയാളുടെ കയ്യെ പിടിക്കും, എന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇസ്ലാമിൻ്റെ രീതിയിൽ കല്യാണം കഴിയും. പിന്നെ മൂപ്പർക്ക് ഇസ്ലാം വരുന്നത് മൂപ്പർ മരിച്ചു പോകുമ്പോഴാണ്. ഇങ്ങനെ കുറേ മനുഷ്യന്മാരുണ്ടാവും. ഇവരെ നമ്മൾ മുസ്ലിം അല്ല പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ? അവർ ഇസ്ലാം അല്ല പറഞ്ഞാൽ, അവർ മുസ്ലിം അല്ല പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ? അവർ മനസ്സിലാക്കിയൊരു ഇസ്ലാമാണത്. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മളെ കയ്യിൽ പെട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അതാരാന്ന് വെച്ചാൽ കുറച്ച് അമൽ വിഭാഗത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അള്ളാഹ് നമ്മളെ പഠിച്ചിട്ടുള്ളത്. ഈ നോമ്പിനും നിസ്കാരത്തിനും ഇതേപോലുള്ള കുറേ നല്ല കർമ്മങ്ങൾക്കും അതിങ്ങനെ നിർവഹിക്കുക, അത് കൃത്യമായിട്ട് നിർവഹിച്ച് പോവുക, അതിനാണ് അള്ളാഹ് പഠിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി പഠിച്ച ആളുകളെപ്പോലെ തന്നെ നമ്മളൊരു പക്ഷേ അങ്ങനെ നിസ്കരിച്ചും നോമ്പ് തൊട്ടിട്ടൊക്കെ പോയിക്കിട്ടുണ്ടാവും. ഈ അമലുകളിലൊന്നും വീഴ്ച പറഞ്ഞിട്ടില്ല. 5, 6, 11 കാര്യം കൃത്യമായിട്ട് കൊണ്ടു നടത്തേണ്ടതൊക്കെ ഉണ്ടാവും. പക്ഷേ അള്ളാഹ് ഉദ്ദേശിച്ച പണി ഇവിടെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പം ചെയ്തിട്ടുണ്ടാവില്ല. പടച്ചതമ്പുരാൻ നേരത്തെ പറഞ്ഞില്ല എന്തിനാ അങ്ങോട്ട് അയച്ചെന്നാണ് പറഞ്ഞ്. മലക്കുകൾ പറഞ്ഞല്ലോ എന്തിനാണ് ഇവന്മാരെ അയക്കണത്, ഞങ്ങളിതൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അതിന് മുമ്പ് പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഞാൻ ഭൂമിയിലേക്കൊരു പ്രതിനിധിയായിട്ടാണ് അയക്കുന്നത്. എൻ്റെ ഒരു ദർശനമുണ്ട്, എൻ്റെ ഒരു ആദർശമുണ്ട്, എൻ്റെ ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. അത് മനുഷ്യന്മാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഈ ദുനിയാവിൽ ജീവിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണോ തന്നെ അയക്കുന്നത്. അങ്ങനെ അയക്കപ്പെടുന്ന നീ നിൻ്റെ ഈ അമലുകളിലൂടെ, ഈ ഇബാദത്തുകളിലൂടെ അതിന് പ്രാപ്തമാക്കിയ, അതിന് യോഗ്യമായ ഒരാളായി നിന്നെ മാറ്റണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ മാറ്റിക്കഴിയുക എന്നുള്ളതാണ്. എന്നിട്ട് മൂന്നാമത്തെ ആൾ മനസ്സിലാക്കുന്നത് എന്നെ ഇങ്ങോട്ട് അയച്ചത് ഈ ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കാനല്ല. അതിനപ്പുറത്ത് 1,24,000 പ്രവാചകന്മാർ ഈ ദുനിയാവിൽ വന്നിട്ടുണ്ട്. അവരെല്ലാം ഇവിടെ നിർവഹിച്ചിട്ടുള്ള ഒരു കർമ്മമുണ്ട്. ആ കർമ്മം തന്നെയാണ് എനിക്കും നിർവഹിക്കാനുള്ളത്. അങ്ങനെ ഞാനിത് ഇതിൻ്റെ നിർമ്മാണം ഒരു സബല്യയായി ഏറ്റെടുത്ത മൂന്നാമത്തെ ആളെപ്പോലെ എൻ്റെ സർവാത്മന സമ്പൂർണ്ണമായിട്ട് ഇതിനങ്ങ് ഏറ്റെടുത്തുകൊണ്ട് ഈ ഓരോ അമലുകളിലൂടെ എന്നെ സ്ഫുടം ചെയ്തെടുക്കുന്ന, എന്നെ മിനുക്കിയെടുക്കുന്ന, എന്നെ അതിന് യോഗ്യമാക്കിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ അമലുകളിലേക്ക് സമീപിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ തഖ്വയായിട്ട് അതിൻ്റെ ആത്യന്തികമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ദൈവത്തിൻ്റെ പല സംഭവങ്ങളും ഞാൻ സാധാരണ എപ്പോൾ ക്ലാസ്സിൽ വന്നാലും പറയാറുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ ഒരു കേസുണ്ട്. ഇപ്പോൾ ഒരാൾ ഹിദായത്തിലാകാൻ വന്ന ഒരു സഹോദരി, ഒരു വിവാഹ കുത്തുബയ്ക്ക് പോയ സമയത്താണ് പെട്ടെന്ന് ഒരു കോള് വന്ന് ഇങ്ങനെ ഒരു കുടുംബം ഉണ്ട്, നിങ്ങളൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ പോകുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്താണ് നമ്മളെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന് ഞാൻ കുറേ വയല് പറയുന്നതിനേക്കാളും നല്ലത് ചെറിയൊരു സംഭവത്തിലൂടെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ പണി നമ്മളിലൂടെ നടക്കുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹ് അയച്ച പണിക്ക് നമ്മൾ നിസ്കരിക്കേണ്ട നോമ്പൊക്കെ ഉണ്ട്, ഈ പറഞ്ഞ അമലൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടല്ലോ, പടച്ചോൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചൊരു സാധനം, അത് നമ്മളിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് ഇത് നന്നാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ചോദിച്ചു എന്താണ്. അപ്പോൾ ഒരു ഉമ്മയും മകളുമാണ്, ഒരു അമ്മയും മകളുമാണ് ഇസ്ലാമിലേക്ക് വരാൻ നിൽക്കുന്നത്. അപ്പോൾ ആ മോളോട് അമ്മയോട് ചോദിച്ചു എന്താണ് വരാൻ. എൻ്റെ മകള് ഇസ്ലാമിലേക്ക് വരണം പറഞ്ഞിട്ട് വല്ലാതെ ഷാഠ്യം പിടിക്കുന്നു, അതുകൊണ്ട് തന്നെ. ഞാൻ പറഞ്ഞു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പറയണു പറഞ്ഞിട്ട് നിങ്ങൾ വരാൻ എന്താ സംഗതി, എന്താണ് അതിനുള്ള പ്രചോദനം എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അവൾ ഇസ്ലാമിലേക്ക് വരണം എന്ന് പറയണം. കാരണം എന്താ വെച്ചാൽ ഇവൾ തൊട്ട വീട്ടിൽ അപ്പുറത്തൊരു മുത്തഫിക്ക് ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ വീടുണ്ട്. ആ വീട്ടിൽ ഇവൾ കളിക്കാൻ വേണ്ടി പോകും. അവിടുത്തെ കൊച്ചുകുട്ടിയെ ഇവൾ നോക്കും. ഇവർ വളരെ ദരിദ്രമായിട്ടുള്ള ഒരവസ്ഥയിലാണ്. അപ്പോൾ അവരവിടുന്ന് എന്തെങ്കിലുമൊക്കെ സഹായം, ചില നേരത്ത് ഭക്ഷണമൊക്കെ കൊടുക്കും. അതൊന്നുമല്ല അവളെ തൃപ്തിപ്പെടുത്തിയത്, അവളെ അത്ഭുതപ്പെടുത്തിയത് ആ വീട്ടിലെ ആ വാപ്പയും ഉമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ആ ജീവിതത്തിലുള്ള കെമിസ്ട്രി, അവർ തമ്മിലുള്ള പെരുമാറ്റം, അവരുടെ പരസ്പര ബഹുമാനം, പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങൽ, അങ്ങനെയുള്ള അവരുടെ ഈ ജീവിതം അത് ഇവളിങ്ങനെ കണ്ട് അവർ മകളോടുള്ള സ്നേഹം, അവരുടെ കുട്ടികൾക്ക് വാപ്പാനോട് ഉമ്മാനോടുള്ള സ്നേഹം, അങ്ങനെ ആ കുടുംബത്തിൻ്റെ മനോഹരമായ ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷമുള്ളൊരു കുടുംബം അവൾ നോക്കി കണ്ടിട്ട് നേരെ അവളുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവളുടെ അച്ഛൻ ഫുള്ള് വെള്ളത്തിലെ രാത്രി വരിക. വന്നു കഴിഞ്ഞാൽ ഭാര്യനോട് ചോദിക്കുന്നത് നീ ഇന്നലെ എവരെ പോയി കിടന്നടി അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കേൾക്കാം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഒരിക്കലും അവൾക്ക് അത്യാവശ്യം കേട്ടാൽ മനസ്സിലാകുന്ന അവൾക്ക് ഒരിക്കലും ഒരു പെണ്ണ് കേൾക്കാൻ പറ്റാത്ത എല്ലാ സംഗതി എൻ്റെ അച്ഛൻ പറയുന്നു, എന്നിട്ട് അടിക്കുന്നു, കച്ചറയുണ്ടാകുന്നു, ബഹളം ഉണ്ടാകുന്നു. ഇതൊക്കെ ആയിട്ട് ഇവൾ മനസ്സ് നുറങ്ങിയിട്ട് ഇവൾ മനസ്സിലാക്കുന്നത് അമ്മനോട് ചോദിക്കുകയാണ്,
അമ്മയോട് ചോദിക്കുകയാണ്, നമ്മുടെ അച്ഛനും മുസ്ലിം ആയിരുന്നെങ്കിൽ വെള്ളം അടിക്കില്ലല്ലോ. വെള്ളം അടിക്കണം നമ്മുടെ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? നമ്മുടെ അച്ഛനും ഇതാണെങ്കിൽ വെള്ളം അടിക്കില്ലായിരുന്നല്ലോ. വെള്ളം അടിച്ചതില്ലെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. അവിടെ എന്ത് സ്നേഹവും ബന്ധമാണ്, അവിടെ എന്ത് സ്നേഹമാണ് ആ കുട്ടിനെ, എന്ത് സ്നേഹമാണ് അവരെ. അതിന് കാരണം എന്താണ്? അവരുടെ വിശ്വാസമല്ലേ. ആയതുകൊണ്ട് എനിക്ക് നീയേ ഇങ്ങനത്തെ ഒരു ഭർത്താവിന് അമ്മയോട് പറയാണ്. അവർ തമിഴിൽ അങ്ങനെയാണ്, അമ്മനെ നീ എന്നൊക്കെ പറയും. അപ്പോൾ നീയേ ഇങ്ങനെയായി, നിൻ്റെ ജീവിതേ കോഞ്ഞാട്ടയായി ഇങ്ങനത്തെ ഒരുത്തനെ കെട്ടിയിട്ട്. അപ്പോൾ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ ഒരു ജീവിതം നന്നാവണം. ആയതുകൊണ്ട് ഞാൻ അങ്ങനെ നമ്മുടെ മദ്രസയിൽ വരാൻ തുടങ്ങി. അവൾ ഇപ്പോൾ മദ്രസ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇതൊക്കെ ഖുർആനോദൊക്കെ പഠിച്ചു. ഇപ്പോൾ അവൾ പറയണത്, അപ്പോൾ അമ്മയും പറയണത് എൻ്റെ മോളുടെ സെലക്ഷൻ കറക്റ്റാണ്, ഞാൻ പഠിച്ചു മനസ്സിലാക്കി, ഇതിലൂടെയാണ് സമാധാനം കിട്ടുക, സ്വസ്ഥത കിട്ടുക, ശാന്തി കിട്ടുക എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നു. ആയതുകൊണ്ട് ഇങ്ങനെ വരാൻ. ഇപ്പോൾ ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ആ മോശമായിട്ടുള്ള വാക്കും പ്രവൃത്തിയൊക്കെ ഒഴിവാക്കുക, ഏറ്റവും നല്ലൊരു വ്യക്തിത്വങ്ങളായിട്ട് നമ്മൾ മാറുക, ഒരു മാതൃകാപരമായ കുടുംബമായിട്ട് നമ്മൾ മാറുക എന്നൊക്കെ പറയുന്ന ലക്ഷ്യത്തിലേക്ക് നമ്മളെ പരിവർത്തിപ്പിച്ചെടുക്കുന്ന ഈ അമലുകളും ഇബാദത്തും അങ്ങനെ സ്ഫുടം ചെയ്തെടുക്കുമ്പോഴല്ലേ മറ്റൊരാൾക്ക് ഇങ്ങനെ ഒരു വെളിച്ചം കിട്ടുന്ന, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഇത് കാണാൻ തോന്നുന്ന, അല്ലെങ്കിൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഒരു അംഗീകരിക്കപ്പെടേണ്ടതാണ്, ഇത് നമ്മുടെ ജീവിതത്തിലൊരു മാറ്റമുണ്ടാക്കാൻ പറ്റിയതാണ് എന്ന് തോന്നുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതം ഒരു വെളിച്ചം ലഭിക്കുന്ന, മറ്റൊരാൾക്ക് വെളിച്ചം കൊടുക്കുന്ന ഒരു സാധനമായിട്ട് നമ്മുടെ ജീവിതം മാറുക. ഇങ്ങനെ ഒരു ആത്യന്തികമായിട്ടുള്ള ജീവിതം കൊണ്ട് എല്ലാ ജീവിതത്തിൻ്റെ അനക്കത്തിലും അടക്കത്തിലും നമ്മുടെ ഓരോ രംഗത്തും പൂർണ്ണമായിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പന, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തുള്ളത്. അഷ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹ്, പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൻ്റെ അപ്പുറത്തൊന്നും എൻ്റെ ജീവിതത്തിലില്ല. എല്ലാ സൂക്ഷ്മവും സ്ഥൂലവുമായ എല്ലാ തലങ്ങളിലും ഈ രണ്ട് കാര്യം നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഒരു ദിവസം ഒരുപാട് പ്രാവശ്യം നമ്മൾ അള്ളാഹിനോട് പറയുന്നുണ്ട്, വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഓരോ അത്തഹിയാത്തിൽ പറയുന്നുണ്ട്, ഓരോ ബാങ്കിൽ പറയുന്നുണ്ട്, ഓരോ ഒളുവിന് ശേഷമുള്ള ദുആയിൽ പറയുന്നുണ്ട്. ഈ കലിമ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്, ഈ ആദർശം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ ഇത് രണ്ടിൻ്റെയും, ഇത് ഈ ഊടുംപാവും ഈ രണ്ടിൻ്റെ അള്ളാഹിൻ്റെ കൽപ്പനൻ്റെയും റസൂലിൻ്റെ മാർഗ്ഗദർശനത്തിൻ്റെയും അപ്പുറത്ത് വേറൊരു സംഗതിയും കാണാൻ കഴിയില്ല എന്ന അർത്ഥത്തിലേക്ക് നമ്മളെ മാറ്റിയെടുക്കാനാണ് ഈ അമലുകളൊക്കെ എന്നാണ് പറഞ്ഞത്. ഇനി നോക്കുക, നമസ്കാരം ഇതേമാതിരി തന്നെയല്ലേ. സ്വലാത്ത് തൻഹാനിൽ ഫഹ്ഷായി വൽ മുൻകർ, മോശവും മ്ലേച്ഛവുമായിട്ടുള്ള കർമ്മങ്ങളിൽ നിന്നൊക്കെ നിങ്ങളെ തടയുന്നു. ആ നമസ്കാരത്തിന് ഇന്ന സ്വലാത്ത് കാനത്ത് അല്ലൽ മോമിനീന കിതാബൻ മൗക്കൂത്ത, ക്ലിപ്തവും കണിശവും കൃത്യവുമായ ചില സമയങ്ങളിൽ അത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതൊക്കെ പഠിപ്പിക്കുമ്പോൾ ആ നമസ്കാരമൊക്കെ അങ്ങനെ നിർവഹിച്ച ആളുകളിൽ നിന്ന് ഇതുകൂടെ കാണാൻ കഴിയണ്ടേ. ഇത് പടച്ചതമ്പുരാൻ്റെ ഇതൊക്കെ നമ്മൾ തഖ്വ ഉണ്ടാകുവാനുള്ള, അല്ലെങ്കിൽ ലഅല്ലക്കും തത്തക്കൂൻ എന്ന ലക്ഷ്യത്തിലേക്കുള്ള മീഡിയകളാണ്, ടൂൾസാണ്, അല്ലെങ്കിൽ അതിനുള്ള ഉപകരണങ്ങളാണ്, അതിനുള്ള അമലുകളാണ്. ഇതെല്ലാം നമ്മൾ നിർവഹിക്കുമ്പോൾ ആത്യന്തികമായിട്ട് അതിൻ്റെ ഗുണഫലം നമ്മളിലുണ്ടോ? ഒരു സംഭവം കൂടെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഇവിടെ ശ്രീലങ്കയിലുള്ള ഒരു മാനേജ്മെൻറ്റ് ട്രെയിനർ, അയാൾ ശ്രീലങ്കയിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു തബ്ലീഗ് ജമാഅത്തിൻ്റെ നമസ്കാരം നടക്കുകയാണ്. 10,000-കണക്കിന് ആളുകൾ നിന്ന് നിസ്കരിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഇയാൾ കാറിലിങ്ങനെ ചാരി നിന്നിട്ട് ഈ നിസ്കാരം ഇങ്ങനെ വീക്ഷിച്ചു. നോക്കിയപ്പോൾ 10,000-ഓളം ആളുകളുണ്ട്. ഇയാൾ അത്ഭുതപ്പെട്ടു. ഒരാളിങ്ങനെ കുനിയുമ്പോൾ എല്ലാവരും അല്ലാഹു അക്ബർ പറയുമ്പോൾ എല്ലാവരും കുനിയുന്നു, എല്ലാവരും സാഷ്ടാംഗം ചെയ്യുന്നു, എല്ലാവരും നിവരുന്നു, എല്ലാവരും നിൽക്കുന്നു. എന്തൊരു ടൈമിങ്, എന്തൊരു വളരെ ഇതായിട്ടുള്ള ഒരു ചിട്ടയുള്ള ഒരു സംഭവം. ഇതെല്ലാം കൂടെ അദ്ദേഹം കണ്ടു കഴിഞ്ഞ് ഇതൊക്കെ സാഗൂതം വീക്ഷിച്ചതെല്ലാം കഴിഞ്ഞിട്ട് അയാൾ അത്ഭുതപ്പെട്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കാണുകയാണ് അയാൾ. അവിടെ ചെന്നിട്ട് തൻ്റെ ഓഫീസിലുള്ള മുസ്ലിം സ്റ്റാഫുകളെ വിളിച്ചു. അവരെ വിളിച്ചിട്ട് അവരോട് ചോദിച്ചു, അല്ല എന്താണിപ്പോൾ ഈ സംഭവം? ഞാൻ ഇന്നാണ് നിങ്ങളുടെ നമാസ് കണ്ടത്. ഇത് ഇങ്ങനെ അവർ നിസ്കരിക്കാൻ എത്ര മാസം ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാവും ചോദിച്ചു. കാരണം ഈ റിപ്പബ്ലിക് ഡേ പരേഡിനൊക്കെ ട്രെയിനിങ് കൊടുക്കണമായിരുന്നു, എന്തോ ട്രെയിനിങ് കൊടുത്താണ്. അപ്പോൾ പറഞ്ഞില്ല സാറേ, ഞങ്ങൾക്കൊക്കെ ചെറുപ്പന്നേ ഇങ്ങനെയുള്ള ശീലം ഉണ്ടായി, ഇമാം മുമ്പിൽ നിൽക്കുന്ന ആൾ കൈകെട്ടിയാക്കണം. എന്നിട്ട് പറഞ്ഞിട്ട് ഇയാളുടെ എംപ്ലോയീസ് എന്ത് പറഞ്ഞു എന്നറിയാം, ഇത്രയും കൂടെ പറഞ്ഞു, സാറേ ആ മുമ്പിൽ നിൽക്കുന്ന ഇമാം ഉണ്ടല്ലോ, അങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ ഞങ്ങൾ ആ തെറ്റ് വീണ്ടും ചെയ്യണമെന്ന്, ആ തെറ്റുകൂടെ ഞങ്ങൾ ഫോളോ ചെയ്യണം. അയാൾ രണ്ടാമത്തെ റക്അത്തിൽ ഇരിക്കാണ്ട് എണീറ്റ് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറഞ്ഞു നോക്കാം, അയാൾ ശരിയാകണില്ലെങ്കിൽ പിന്നാലെ ഞങ്ങൾ എണീറ്റോളണം എന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് വീണ്ടും അത്ഭുതമായി. അത്ര കണ്ട് മറ്റേ നേതൃത്വം അനുസരണവും ഒക്കെ ഉള്ളതാണോ ഇത്? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം മൂപ്പർ ചോദിച്ചെന്താണ്, ആർ യു പ്രാക്ടീസിങ് നമാസ്? നിങ്ങൾ നിസ്കരിക്കണവരാണോ ചോദിച്ചു. നിങ്ങൾ നിസ്കരിക്കുമോ ചോദിച്ചു. യെസ് ഓഫ് കോഴ്സ്, ഞങ്ങൾ നിസ്കരിക്കുമല്ലോ സാറേ. എന്ത് സാറേ അങ്ങനെ ചോദിച്ചു? ഞങ്ങളത് നിസ്കരിക്കും. ഇന്ന് അതിൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ ഇതുവരെ നിങ്ങളുടെ കയ്യിൽ കണ്ടിട്ടില്ല. ആ നിസ്കരിക്കുന്ന ആളുകളുടെ ആ കൃത്യനിഷ്ഠ,
ആ ഇത് അങ്ങനെയുള്ള ഓരോ സംഗതികൾ എടുത്തു നോക്കിയാൽ അതൊക്കെ ഒരു നമസ്കാരക്കാരനിൽ കാണാൻ കഴിയുന്ന കുറേ സംഗതിയുണ്ട്. അതായത് ഈ നമ്മൾ ഈ മാനേജ്മെൻറ്റ് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു സംഗതിപ്പെട്ടതാണ് ഇത് പ്രൊക്രാസ്റ്റിനേഷൻ. പരാജയത്തിൻ്റെ ഒരു പ്രഥമ പടി എന്ന് പറയുന്നത് തള്ളി വയ്ക്കുക, നീട്ടി വയ്ക്കുക, കുറച്ച് ആകട്ടെ പിന്നെ ആകട്ടെ എന്നുള്ള. നമസ്കാരം ആദ്യം പഠിപ്പിക്കുന്നത് അമലുകളിൽ അമലുകളിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അസ്സലാത്തു അലാ വക്തിഹ, നമസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് ആ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. 12:33, 12:22 എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് ആ സമയം ഉണ്ടാവും. ആ അവ്വൽ വക്തിലെ ഒരു സാധനം നിർവഹിക്കാൻ പഠിപ്പിക്കപ്പെടുന്ന ഒരാൾക്ക് പ്രൊക്രാസ്റ്റിനേഷൻ ഉണ്ടായില്ല. പിന്നെ അവൻ്റെ ജീവിതത്തിൽ പരാജയപ്പെടുന്നൊരു സാധനം ഉണ്ടാവില്ല. പിന്നെ അവൻ പരാജയപ്പെടില്ല. കാരണം അവൻ പിന്നെ തള്ളി വയ്ക്കില്ല, നീട്ടി വയ്ക്കില്ല. കാരണം അവനെ ഈ നിസ്കാരം പഠിപ്പിച്ചതാവാ. അതേപോലെ തന്നെ ആ സമയം നേരത്തെ പറഞ്ഞ പോലെ നമസ്കാരം കൃത്യവുമായ സമയങ്ങളിലാണ് നമസ്കാരം ചിട്ട ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് പഠിച്ച ഒരാൾ കൃത്യസമയത്ത് നമസ്കരിച്ച ഒരാൾ കൃത്യസമയത്ത് പറഞ്ഞിടത്തെത്തും, പറഞ്ഞമാതിരി എത്തും, പറഞ്ഞിടത്തെത്തും. ആ കൃത്യനിഷ്ഠ അയാളുടെ ജീവിതത്തിൽ ഉടനീളം കാണും. നമ്മളൊക്കെ പിന്നെ നിക്കാഹ് കുത്തുബൊക്കെ പോകുമ്പോഴേ പടച്ചോമ്പരാനെ ചിലപ്പോൾ പറയും 11:30 പുതിയാപ്പിള വരും കേട്ടോ. അപ്പോൾ 11:30 പറഞ്ഞ് നമ്മൾ 11:30 പോയാൽ 12:30 കഴിയും, 1 മണിയും കഴിയും. ചോദിക്കുമ്പോൾ പറയും പുറപ്പെടാൻ നേരത്ത് മച്ചാൻ പറഞ്ഞാൽ അളിയൻ എവിടെ പോയിട്ടുണ്ട്, അളിയനില്ലാണ്ട് പുറപ്പെടാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ക്രിമിനൽ വേസ്റ്റ് ഓഫ് ടൈം. എത്ര ആളുകളുടെ? 6 കണക്കിന് ആളുകളുടെ. അപ്പോൾ നമ്മൾ ഈ പറയപ്പെടുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് മാത്രമേ. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നമുക്ക് കാണാം. നമ്മളിപ്പോൾ അകത്ത് വന്നു കഴിഞ്ഞാൽ സഫായിട്ട് കൃത്യമായിട്ട് നിൽക്കില്ലേ? പുറത്ത് നമ്മുടെ ചെരുപ്പ് എങ്ങനെയിരിക്കും? പുറത്ത് നമ്മുടെ സ്കൂട്ടറും വണ്ടിയും നിർത്തി എങ്ങനെയിരിക്കും എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. അവിടെ ഈ ചിട്ട ഉണ്ടാവില്ല. അപ്പോൾ ഇത് എന്തിനാണ് ഈ സംഗതി ഇങ്ങനെ കൃത്യമായിട്ട് നിൽക്കണം, അതിൽ വിടവ് ഉണ്ടാകാൻ പാടില്ല, വളരെ സൂക്ഷ്മമായി നിൽക്കണം എന്നൊക്കെ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്തുനിന്ന് പോകുമ്പോൾ മറക്കാനുള്ളതല്ല, പുറത്തും കൂടെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളത്. അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മളെങ്കിൽ നമ്മളെക്കാളും വൃത്തിയും വെടുപ്പുള്ള ഒരാൾക്കാർ ആരാണ്ടാകുക എന്ന് ആലോചിച്ച് നോക്കി. നമ്മളെക്കാൾ നല്ലൊരു മനുഷ്യന്മാരാരാണ്ടാവുക? നമ്മളെക്കാൾ നല്ലൊരു മാതൃകാ സൊസൈറ്റി വേറെ എവിടെയാണ് ഉണ്ടാവുക? ഇതൊക്കെ നോക്കിക്കുമ്പോഴാണ് നമ്മൾ പറയണത് ഈ പറയപ്പെടുന്ന സംഗതികളൊക്കെ പടച്ച തമ്പുരാൻ എന്തിനാണോ ഉദ്ദേശിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞത് അത് നമ്മളിങ്ങനെ നിർവഹിച്ചു പോകുന്നു എന്നല്ലാതെ അത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് തൊടുന്നില്ല. ജീവിതത്തെ തൊടാത്ത ചില സാധനങ്ങളായി മാറുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ഇൻഷാ അള്ളാഹ് നമുക്ക് അങ്ങനെ ആയാൽ പോരാ, നമ്മുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരണം. ഈ സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ ഇപ്പോൾ നോക്കുക, നോമ്പ് നമ്മളെ പഠിപ്പിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മളെ വീക്ഷിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ കുറേ മനുഷ്യന്മാരുടെ ഇടയിൽ ജീവിക്കുന്നവരാണ്, കുറേ ആളുകളുടെ ഇടയിൽ ജീവിക്കുന്നവരാണ്. ആ ജീവിക്കുന്നവരിൽ ഓരോരുത്തരിലും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളിൽ കാണുന്ന നല്ലതും കെട്ടതുമായ നല്ലതും തീയതുമായ എല്ലാം ഓരോ സംഗതിയും അത് ഇസ്ലാമിൻ്റെ അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യപ്പെടുക. അതിൽ യാതൊരു സംശയമില്ല. ആയതുകൊണ്ട് തന്നെ ഏറ്റവും ഉദാത്തമായ സ്വഭാവത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ ഉടമകളായിട്ട് നമ്മൾ മാറുക എന്നുള്ളത് നമ്മളുടെ ഒരു മുസ്ലിമായി ജീവിക്കുന്ന വ്യക്തി. കാരണം ഉഖ്രിജത്തുൽ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു കൊണ്ട് പറഞ്ഞയച്ചതാണ്. ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളോടൊപ്പം ഇടപഴകി നിന്ന് ഇടകലർന്ന് നിന്ന് അവരിൽ ഇടയിൽ ഒരാളായി ജീവിച്ച് നിങ്ങളുടെ ജീവിതത്തിലൂടെ ഇസ്ലാമിൻ്റെ ഒരു റോഷ്നി അവർക്ക് കിട്ടുക. നമ്മൾ സാധാരണ പറയാറുണ്ട്, യു കനോട്ട് ബി എ ക്യാൻഡിൽ. നിങ്ങൾക്കൊരു മെഴുകുതിരി ആകണമെന്നില്ല. യു ക്യാൻ ബി എ പീസ് ഓഫ് ഗ്ലാസ് ദാറ്റ് എമിറ്റ്സ് ദ ലൈറ്റ് ഓഫ് എ ക്യാൻഡിൽ. നിങ്ങൾക്ക് ചെറിയൊരു കണ്ണാടിപ്പൊട്ടായിക്കൂടെ? ഒരു മെഴുകുതിരിയിൽ നിന്നും വരുന്ന വെളിച്ചത്തെ മറ്റൊരാളിലേക്ക് എത്തുന്ന ഒരു ചെറിയ കണ്ണാടിപ്പൊട്ട്, അത് നിങ്ങൾക്ക് ആകാൻ കഴിയില്ലേ? എന്ന് പറഞ്ഞാൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ആ ഖുലഫായ റാഷിദീങ്ങളെ പോലെ അതുപോലെ ആ സ്വഹാബെ കിറാമിനെ പോലെ പക്ഷേ ഒരു പറ്റേ ആകാൻ കഴിഞ്ഞോളണമെന്നില്ല. അങ്ങനെ മെഴുകുതിരി നമുക്ക് ആകാൻ കഴിയും. പക്ഷെ അവരൊക്കെ അവരുടെ ജീവിതത്തിൽ വെച്ച് പുലർത്തിയ ചില നൈതികമായ മൂല്യങ്ങളും കാര്യങ്ങളുമൊക്കെ ആ പടച്ചോനെ പേടിയോടുകൂടി അവരവരുടെ ജീവിതത്തിൽ കൊണ്ടു നടന്ന ചില സംഗതികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയിട്ട് അതിൻ്റെ ഒരു വെളിച്ചം മറ്റൊരാൾക്ക് ലഭ്യമാകുന്ന രൂപത്തിൽ അതിൻ്റെ ഒരു ജീവിക്കുന്ന ഒരു ഉദാഹരണങ്ങളായിട്ട് ജീവിക്കുന്ന മാതൃകകളായിട്ട് നമുക്ക് മാറാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ ഞങ്ങൾക്ക് നോമ്പിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പ് തുറപ്പിക്കാൻ പറഞ്ഞു. ആ കൂട്ടത്തിൽ അപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു, അല്ല റസൂലേ, ഞങ്ങളെ ദാരിദ്ര്യത്തിൽ BPL ഞങ്ങൾ പിന്നെ എങ്ങനെയാണ് വേറൊരാളെ നോമ്പ് ഉറപ്പിക്കാന്ന്? അപ്പോൾ എൻ്റെ ഒരു കാരക്കല്ലടോ, ആ ഒരു കാരക്കുണ്ട്, എന്നാൽ അതിൻ്റെ ഒരു ചീന്ത് കൊടുക്ക് മറ്റേ ആൾക്ക്, അതിൻ്റെ ഒരു പീസ് കൊടുത്തിട്ടെങ്കിലും നീ നോമ്പ് ഉറപ്പിക്കുക. അപ്പോൾ ഇയാളുടെ ഒരു കാരക്കൻ്റെ ഒരു പീസ് മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്കത് മതിയാവുമോ എന്ന് ചോദിച്ചാൽ മതിയായിട്ടല്ല, ഇയാൾക്കും മതിയാകാത്ത അവസ്ഥ ഉണ്ടാവും.
പക്ഷെ നീ മതിയാകാത്ത ഒരവസ്ഥയിലും മറ്റൊരാളെ അക്കമഡേറ്റ് ചെയ്യുക, മറ്റൊരാൾക്ക് ഒരു കെയറിങ് ഷെയറിങ്ങിൻ്റെ, മറ്റൊരാളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ, മറ്റൊരാളുമായിട്ട് അവനോട് താതാത്മ്യപ്പെടുന്നതിൻ്റെ ഒരു സിമ്പതിയിൽ നിന്ന് എമ്പതിയിലേക്ക് പോകുന്ന, അല്ലേ? സിമ്പതി പറഞ്ഞാൽ നമ്മളെന്താ പറയുക, ഒരാളെ കുറിച്ചിട്ട് വല്ലാത്ത കഷ്ടത്തിലാട്ടോ, ഭയങ്കര പാവമാണ്, ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, ഇത് നമുക്ക് പറയാൻ എളുപ്പം കഴിയും. അങ്ങനെ ആളുകളെ കുറിച്ചിട്ട് അങ്ങനെ മനസ്സ് നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് സിമ്പത്തറ്റിക് ആകുക. എമ്പത്തറ്റിക് എന്ന് പറയുമ്പോൾ ആ പ്രയാസമുള്ള ആളുടെ പ്രയാസം നിങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി നിങ്ങൾ ഇത്ര യൂസിറൂനല അംഫസിയും വലവുക്കാനബിയും ഹസാസ, സ്വയം പ്രയാസം അനുഭവിച്ചു കൊടുത്തുകൊണ്ട് മറ്റൊരാളിനെ അല്പം ഒന്ന് ചേർത്ത് പിടിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോഴാണ് എമ്പത്തറ്റിക് ആകുക. റമദാൻ ഇതാണ് പഠിപ്പിക്കുന്നത്. വെറുതെ നമ്മളെ നോമ്പ് വിശപ്പ് അനുഭവിപ്പിക്കുകയല്ല, നമ്മളെ ഈ പടച്ചതമ്പുരാൻ ഈ റമദാനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ വിശപ്പ് അനുഭവിക്കുമ്പോൾ വിശക്കുന്ന വേറെ കുറേ മനുഷ്യന്മാരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ നമ്മളൊന്ന് കണ്ടറിയുകയും അവരുടെ പ്രയാസങ്ങളോട് താതാത്മ്യപ്പെടുകയും. അവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മറ്റൊരാൾക്കായിട്ട് ആ ചെറിയൊരു ഇത് കൊടുത്തിട്ടെങ്കിലും അവൻ്റെ പ്രയാസത്തെ നിങ്ങൾ അക്കമഡേറ്റ് ചെയ്യണം, നിങ്ങൾ ചേർത്ത് പിടിക്കണം എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിൽ വലിയൊരു സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മദർ തെരേസ 5 കിലോൻ്റെ ഗോതമ്പ് ചാക്കുമായിട്ട് ഇങ്ങനെ പോയിട്ട് കൽക്കട്ടൻ്റെ തെരുവീതികളിൽ ഇങ്ങനെ പോയിട്ട് ഒരു പെരയെ കൊണ്ടേ കൊടുക്കുന്നു. അവിടെ കൊണ്ടേ കൊടുത്തപ്പോൾ ആ സ്ത്രീ ഒരു മുസ്ലിം സ്ത്രീയാണ്. അവൾ അതും വാങ്ങിയിട്ട് അതിലെ പകുതി അവിടെ വെച്ചിട്ട് പകുതി ആ ചാക്കിൽ കെട്ടിയിട്ട് അതുകൊണ്ട് പായാണ്. അപ്പോൾ തെരേസ നോക്കി, ഈ സ്ത്രീ അങ്ങോട്ടാണ് പോകണത്, ഇത് ഞാൻ ബാക്കി ഗോതമ്പ് വിറ്റിട്ട് അതുകൊണ്ട് വല്ല പലവ്യഞ്ജനം വാങ്ങാനായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അവർ കുറച്ച് ദൂരം കഴിഞ്ഞിട്ട് കാലി സെഞ്ചുവായിട്ട് വരുന്നുണ്ടപ്പോൾ ചോദിച്ചു, എല്ലമ്മളെ നീ എവിടെയാണ് പോയത്, എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല അവിടെ ഒരു ഹിന്ദു ഫാമിലി ഉണ്ട്, നിങ്ങളുടെ സഹായമൊന്നും എത്താത്ത ആ ഭാഗത്ത്, അവർ മുഴുപട്ടിണിയിലാണ്. ആ മുഴുപട്ടിണിയിലുള്ള ആ സമൂഹത്തിന് ഞാനിതിൻ്റെ പകുതിയെങ്കിലും കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാൻ വരികയാണ്. അപ്പോൾ നീയേ ബുദ്ധിമുട്ടില്ലല്ലേ, നിനക്ക് എന്തിനാണിത്? അയലോക്കക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ തിന്നാൻ പറ്റില്ല എന്നൊരു ആദർശം പഠിപ്പിക്കപ്പെട്ട ആളാണ്. അവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അത് ഈ സംഭവം വെച്ചിട്ട്, വിദ്യാഭ്യാസമൊന്നുമല്ല മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, മതമല്ല പ്രശ്നം എന്ന് പറയണ്ടല്ലോ, മതമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ആദർശവും ഈ വിശ്വാസവും ഈ ഇതുമൊക്കെ ഈ ചിന്താഗതി ഇത് മനുഷ്യന്മാർക്ക് നമ്മളിൽ നിന്ന് ബോധ്യപ്പെടാനും കൂടിയാണല്ലോ ഇത്. നമ്മളൊക്കെ ഇവിടെ വളരെ സുഭിക്ഷമായിട്ടുള്ള നോമ്പ് കറി ഇഫ്താറും ഒക്കെ നടക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളിവിടുന്ന് ഒരു മാസം അവർക്ക് നോമ്പ് തുറക്കാനുള്ള കിറ്റിന് 1700 റുപ്യ അല്ലെങ്കിൽ 3500 റുപ്യ ഇതൊക്കെ അയച്ചു കൊടുത്താൽ അവർ സുഭിക്ഷമായിട്ട് നോമ്പ് തുറക്കുകയാണ് ഒരു മാസമായി. അപ്പോൾ എത്ര അവരുടെ ജീവിത നിലവാരം ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കി. അടുത്ത് നോക്കി, നമ്മുടെ അവിടുന്ന് ഈ കിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി വന്ന പ്രവർത്തകർ ആ വാങ്ങാൻ വന്ന ആളുകളുടെ ദൈന്യതയും അവരുടെ പാരവശ്യവും ഒക്കെ കൂടെ കണ്ട് പറഞ്ഞത്, വല്ലാത്ത അവരുടെ വസ്ത്രവും അവരുടെ ശരീരവും ഭാഷയും എല്ലാം കൂടെ വല്ലാത്ത ദുരന്തത്തിലാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഇങ്ങനെയുള്ള കുറേ മനുഷ്യന്മാരുടെ ഇടയിൽ നമ്മളെ അയച്ചിട്ട് ഒരു നോമ്പും നമ്മൾ അനുഷ്ഠിച്ചിട്ട് ഈ നോമ്പുതറ നമ്മൾ ഇഫ്താർ നടത്തുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ. ആ സ്പിരിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലല്ലാത്ത ആളുകളെ അത് ജാതിയും മതവും നോക്കാതെ അവരെ നിങ്ങളൊന്ന് ചേർത്ത് പിടിക്കാൻ കൂടെ നിങ്ങളെ പ്രാപ്തമാക്കുന്ന ഒരു സംഭവമാക്കണം. അതിൻ്റെ അവസാനമാണ് ഈദുൽ ഫിത്തർ. നമ്മളിപ്പോൾ ഈ മുസ്ലിം അല്ലാത്തവർക്കൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇഫ്താറിനൊക്കെ പറയുമ്പോൾ നമ്മളിത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു സാധനമാണ്. ഏതെന്നറിയോ? ഈ ഈദുൽ ഫിത്തർ. ഈ 30 ദിവസം നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചിട്ട് ആ 30ാമത്തെ ദിവസം പെരുന്നാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം നമ്മൾ പുതിയ തുണി എടുത്ത് വാങ്ങും, മൈലാഞ്ചി വാങ്ങി വെക്കും, പിന്നെ അത്തറും ഇതൊക്കെ വാങ്ങി വെക്കും, പോത്തിറച്ചിയും ബീഫും വാങ്ങി വെക്കും. പക്ഷേ അതിൻ്റെ ഒക്കെ മുമ്പ് വാങ്ങി വെക്കുന്ന ഒരു സാധനമുണ്ട്. അതെന്താ വെച്ചാൽ, ഒരു വീട്ടിൽ ഒരാൾക്ക് 2 കിലോ 230 പ്രകാരം 10 ആളുണ്ടെങ്കിൽ 23 കിലോ അരി, അല്ലേ? 2.5 കിലോ പ്രകാരം ഒരു 10 ആളുണ്ടെങ്കിൽ 10-25 കിലോ അരി. ഈ സാധനം ആദ്യം വാങ്ങി വെച്ചിട്ട് ഞങ്ങൾ പിന്നെ പുതിയ വസ്ത്രം വാങ്ങലുള്ളൂ, പിന്നെ മറ്റതൊക്കെ വാങ്ങലുള്ളൂ, പിന്നെ അതൊക്കെ അണിയലുള്ളൂ. അതേപോലുള്ളതൊക്കെ ഇതൊക്കെ കൊണ്ടുപോയി പാവപ്പെട്ടവൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് കൊടുത്ത് അവനെ ബോധ്യപ്പെടുത്തിയിട്ടില്ല എങ്കിൽ, അവൻ്റെ വിശപ്പ് ഉള്ള ഒരവസ്ഥ ഇല്ല എന്ന് ബോധ്യപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഈ 30 ദിവസത്തെ നോമ്പ് എന്താ നമ്മളെ പഠിപ്പിച്ചത്? ആയതുകൊണ്ട് ഈ മുസല്ലയിലേക്ക് വരണ്ടെന്ന് റസൂല് പറയുമ്പോൾ എന്ത് സംസ്കാരമാണ് നമ്മളെ പഠിപ്പിച്ചത്? എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട്? ആത്യന്തികമായിട്ട് ഇതിൽ നിന്ന് കിട്ടേണ്ടത് എന്താണ് എന്നൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് കുറേ വർഷത്തെ നോമ്പിലൂടെ നമ്മളെ ഒന്ന് പരിവർത്തിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയാൽ ഇങ്ങനെയൊക്കെ ആകലും കൂടിയാണ് പടച്ചോനെ പേടി എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ സൈക്കിളൊക്കെ റഹ്മാനായ റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി, അവൻ്റെ പൊരുത്തത്തിന് വേണ്ടി, അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഇതൊക്കെ സഹിക്കാനൊക്കെ നമുക്ക് കഴിയുമ്പോഴും കൂടെയാണ്. എനിക്കറിയാം 1993 പുലിറ്റ്സർ അവാർഡ് കിട്ടിയത് കെവിൻ കാർട്ടർ എന്ന് പറയുന്ന ആൾക്കാണ്.
ഈ കെവിൻ കാർട്ടർക്ക് ആ പുലിറ്റ്സർ അവാർഡ് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫിക്ക് കിട്ടുന്ന കോടികൾ വിലമതിക്കുന്ന ഒരു അവാർഡാണ്. ഈ അവാർഡ് കെവിൻ കാർട്ടറിന് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുഡാനിലെ ആഭ്യന്തര കലാപം നടക്കുകയാണ്. അപ്പോൾ അവിടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആളുകൾ വന്നിട്ട് കുറേ ഭക്ഷണപ്പൊതികൾ ഇട്ടു. അപ്പോൾ അവിടേക്ക് ഈ ആളുകളൊക്കെ ഓടുകയാണ്. അപ്പോൾ ഒരു കുട്ടിയുണ്ട്, ഒരു 7 വയസ്സ് 6 or 7 വയസ്സുള്ളൊരു പെൺകുട്ടി. അവൾക്ക് വസ്ത്രം പോലും ഇല്ല, ഇടുപ്പത്തൊരു കയറ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ശരീരം ശുഷ്കിച്ചു പോയിട്ട് കേവലം ഒരു അസ്ഥിപഞ്ജരമായിട്ടുള്ള കുട്ടി പട്ടിണി കിടന്നിട്ട്, അവൾ ഈ ഭക്ഷണം കൊടുക്കുന്ന ആളുകളൊക്കെ ഓടുമ്പോൾ അവൾക്ക് ഓടാൻ കഴിയുന്നില്ല. അവൾ ഇഴയുകയാണ്, മുട്ടിലഴിഞ്ഞ് ഇവളിങ്ങനെ പോകുമ്പോൾ ഇവളുടെ പിന്നിലൊരു കഴുകുണ്ട്. ദ വോൾച്ചർ ആൻഡ് ദ ലിറ്റിൽ ഗേൾ എന്നാണ് ആ ഫോട്ടോൻ്റെ പേര്. ആ കഴുക് ഇവളുടെ പിന്നിൽ വേച്ച് നടക്കുകയാണ്. എന്തിനെന്നറിയോ? ഇവളുടെ ജീവൻ പോയിട്ട്, ഇവളുടെ റൂഹ് പോയിട്ട് ഇവളങ്ങോട്ട് വീണ് കഴിഞ്ഞ് അപ്പം തിന്നാൻ വേണ്ടിയിട്ട്. ചത്ത സാധനത്തിന് ആ കഴുകിന് ഇഷ്ടം, കൊന്നു തിന്നൂല, ചാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിങ്ങനെ പിന്നാലെ പോവുകയാണ്, ചത്തത് തിന്നാൻ വേണ്ടി. അങ്ങനെ വീഴ്ച നോക്കുമ്പോൾ ഇയാൾ ഒന്നും ആലോചിച്ചില്ല, ആ മനോഹരമായിട്ടുള്ള ക്ലിക്കും കണ്ട് എടുത്തിട്ട് പത്രങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മുപ്പര് പാഞ്ഞു. പത്രങ്ങളുടെയൊക്കെ വലിയ ഇതിലെ ഹെഡിങ് ആയിട്ട് അപ്പോൾ അത് വന്നു. ലോകം മുഴുവൻ അദ്ദേഹത്തെ ആദരിച്ചു, അത്ഭുതപ്പെടുത്തി, ഇയാളുടെ ഫോട്ടോനെ അങ്ങേയറ്റത്തെ പ്രശംസിച്ചു. അങ്ങനെ പ്രശസ്തിയുടെ നെറുകയിൽ അതിൻ്റെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തോടൊരു ചോദ്യം എല്ലായിടത്തുനിന്നും വന്നു, വെറ്റ് ഹാപ്പൻ, ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു? ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു? അവളെങ്ങനെ രക്ഷിച്ചോ? അവൾക്ക് ഭക്ഷണം കിട്ടിയോ? അല്ല ഇഴയെ ചത്തോ? അല്ല കഴുകു തിന്നോ? എന്താ സംഭവിച്ചത്? അപ്പോൾ പറഞ്ഞത് അതെൻ്റെ കാര്യമല്ല, എനിക്കൊരു ഫോട്ടോ കിട്ടി, അത് ലോകത്തിൻ്റെ ഏറ്റവും ആദ്യമായിട്ട് അവിടെ കൊണ്ടു വയ്ക്കുക, എന്നിട്ട് ഏറ്റവും വലിയ പ്രശസ്തിയിലാക്കുക എന്ന് പറയുന്ന എൻ്റെ ലക്ഷ്യത്തിൻ്റെ മുമ്പിൽ മനുഷ്യൻ്റെ വിശപ്പും വേപതവും വേജാറും വിഷമമൊന്നും ഞാൻ വൈ ഷുഡ് ഐ ബോദർ അബൌട്ട് ഇറ്റ് അങ്ങനെയാണ് പറയുന്നത്. ഞാൻ എന്തിനാ അതിനെപ്പറ്റി ഇതാക്കണം? എനിക്കതൊന്നും എൻ്റെ വിഷയമല്ല, അതൊന്നും എൻ്റെ സംഭവമല്ല എന്ന് പറഞ്ഞു. ലോകം മുഴുവൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യത്തിൽ, മനുഷ്യനാണോ? എടാ ചെറുത്തൂടാ നിനക്ക്, നീയൊക്കൊരു മനുഷ്യനാണോ? ഈ ഒരു ചോദ്യം നാനാ ഭാഗത്തുനിന്ന് വന്നപ്പോൾ 35 വയസ്സ് മാത്രമുള്ള കെവിൻ കാർട്ടർ, ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അവാർഡ് വാങ്ങിയ കെവിൻ കാർട്ടർ, ലോകത്തിൻ്റെ പ്രശസ്തിയുടെ അത്യുന്നതങ്ങളിൽ നിന്നിട്ട് ഇനി ഒന്നും നേടാനില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന കെവിൻ കാർട്ടർ, തൻ്റെ കാറിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പുകയെടുത്തിട്ട് അകത്തേക്ക് അടിച്ചിട്ട്, ആ എക്സോസ്റ്റ് പുക മുഴുവൻ കാറിൻ്റെ അകത്തേക്ക് അടിച്ചിട്ട് ആത്മഹത്യ ചെയ്തു. എന്നിട്ട് ലോകത്തോട് പറഞ്ഞു, വിശപ്പിനെ പരിഗണിക്കാത്തവനിക്ക് ഇനിയില്ല, ഇവിടെ ജീവിക്കാൻ അവകാശമില്ല, കാരണം നിങ്ങളതിന് യോഗ്യരല്ല. ഈ റോബിൻ ശർമ്മയുടെ ഒരു പുസ്തകമുണ്ട്, ഹു വിൽ ക്രൈ വെൻ യു ഡൈ. നിങ്ങൾ മരിച്ച ആര് കരയും? അതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. നമ്മൾ മരിച്ച ആരാ കരയുക? ഭാര്യയും മക്കളും 2 ദിവസം 3 ദിവസം കരയും. മയ്യത്തെടുത്ത് തിരിച്ചു വരുമ്പോഴേ സ്വിഗ്ഗിയിൽ നിന്ന് സാധനം വന്നിട്ടുണ്ടാവും, വീട്ടിലത്തെ അവസ്ഥയൊക്കെ മാറിയിട്ടുണ്ടാവും. പിന്നെ നെയ്ച്ചറും പിന്നെ 3 ഇതൊക്കെ നടത്തുന്നവരാണ് ഈ പറയും വേണ്ട, വീട്ടിൻ്റെ ആകെ സംഗതി മാറിയിട്ടുണ്ടാവും. കരയാനൊന്നും അധികം ആളുണ്ടായില്ല. പക്ഷേ ചിലരെ ഓർത്തുകൊണ്ട് ആളുകളൊന്നും കരയുന്ന രൂപത്തിൽ ജീവിതത്തെ ചില അടയാളപ്പെടുത്തി പോയ ആളുകളുണ്ട്. അവരൊക്കെ ഈ നോമ്പ് കേവലം അവരുടെ ജീവിതത്തിൽ വന്നു പോവുകയല്ല, ആ നോമ്പ് പഠിപ്പിച്ചതുപോലെ മറ്റുള്ളവൻ്റെ പ്രയാസത്തെ തൻ്റെ പ്രയാസമായി ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ആളുകളാണ്. സിദ്ദീഖ് ഹസൻ സാഹിബിനെ കുറിച്ചിട്ട് ഒരിക്കലൊരു പോസ്റ്റ് വായിച്ചത് ഓർമ്മ പോവുകയാണ്. അയാൾ ഡൽഹി പോയിട്ട് ആശാൻ അവിടുന്ന് ഞാൻ ഇവിടെ ഡൽഹിയിൽ എത്തിയിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്, ഈ വിഷൻ 2026 ആളാണ്. മൂപ്പര് അവിടെ ചെന്നിട്ട് ഇങ്ങനെ വിളിച്ച് പറയാം ഭാര്യയ്ക്ക്. അപ്പോൾ ഈ കിതച്ച് ഈ സൈക്കിൾ ചവിട്ടി റിക്ഷ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾ ചോദിക്കുകയാണ് ഇങ്ങേരോട്, ക്യാ ഭായി ആപ് കേരള സെ ആ രഹേ ക്യാ മലബാരി, കേരളത്തിൽ നിന്നാണോ മലബാരിയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ജി. അടുത്ത ചോദ്യം, സിദ്ദീഖ് ഹസൻ സാബ് കൈസാ? ഈ ലാൽ ചൗക്കിൽ അവിടെ ഈ നിന്നുകൊണ്ട് ഈ അഷ്ടിക്ക് വകയില്ലാതെ ഈ സാധനത്തിൽ വേർത്തൊലിച്ച് അസ്ഥിപഞ്ജരമായി ഈ സൈക്കിളും ചവിട്ടി കിടക്കുന്ന ആൾ നാട്ടിലൊരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ലാത്തൊരു മനുഷ്യനെ പറ്റി ചോദിക്കുമ്പോൾ ഈ മനുഷ്യൻ അത്ഭുതപ്പെടുകയാണ്. നിങ്ങൾ അപ്കോ കൈസം മാലോ അങ്ങേരെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനിവിടെ വന്ന് ജോലിയില്ലാണ്ട് തേരാപാര നടക്കുമ്പോൾ എനിക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കി തന്നത് ആ മനുഷ്യനാണ്. ഇന്നായിക്കൂടെയാണ് ഞാൻ കഞ്ഞി കുടിച്ച് പോണത്. ഇന്ന് ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നത് കൊണ്ടാണ്. അദ്ദേഹം തീർച്ചയായിട്ടും വരും. ഇവിടുത്തെ ബാദുഷയാകേണ്ട ആളാണ്, ഇവിടുത്തെ രാജാവാകേണ്ട ആളാണ്, ഈ രാജ്യം ഭരിക്കേണ്ട ആളാണ്. ഇതൊരു പാവപ്പെട്ടവൻ്റെ ഒരു സ്വപ്നമാണ് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ അവിടേക്ക് വരണമെന്ന്. മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സമൂഹം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്ന ആഗ്രഹിക്കുന്നതും ഭയപ്പെടുന്നതുമായിട്ടുള്ള ലോകമാണ് ഇപ്പോൾ. ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ളൊരു ആശയം വന്നു കഴിഞ്ഞാൽ അഴിമതി ഇല്ലാത്ത ഒരു രാഷ്ട്രീയം അംഗീകരിക്കില്ലല്ലോ ഇപ്പോൾ. ഇപ്പം നമുക്ക് പാലക്കാട്ട് ഞങ്ങളുടെ അനുഭവമാണ്. വളരെ 5 കോടി ഉറുപ്പ്യ ഒരു വാർഡിൽ ഇറക്കി,
5 കോടിക്ക് പകരം 5.5 കോടി ഇറക്കിയിട്ടുണ്ടാവും. ഒരു പൈസ ഇന്ന് അടിച്ചു മാറ്റിയിട്ടില്ല. അവിടെ കൃത്യമായിട്ട് രാഷ്ട്രീയക്കാർ ഒരു നിലപാടെടുത്തു. ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇനി 10 റുപ്യ ഉണ്ടാക്കാൻ പറ്റില്ല. ആ കൂടെ ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നത് ഇതിനാ. ഇമാതിരിയുള്ള ആളുകൾ ഭരിക്കൽ തുടങ്ങിയാലേ ഇത് മതം രാഷ്ട്രീയത്തിൽ ഇടപെടുകയാണ്. ഇത് പറ്റൂല. ആയതുകൊണ്ട് നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് തോൽപ്പിക്കണം. കാരണം അവരുടെ ജീവിതമാണത്. അങ്ങനെ കണ്ടാൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ മനുഷ്യൻ നോക്കുക, അങ്ങനെ കുറേ മനുഷ്യന്മാർ ഇദ്ദേഹത്തെ അറിയാത്ത, ഇങ്ങനെ നമ്മളെ അറിയാത്ത കുറേ മനുഷ്യന്മാർ ഇന്നിപ്പോൾ അൽഹംദുലില്ലാഹ് എത്ര എല്ലാ സംഘടനകളും നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ആ പണികൾ തുടങ്ങി വെച്ചില്ലേ. ആ വഴിവെട്ടി തെളിച്ച് പോയില്ലേ. ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ അല്ലേ, നിങ്ങൾ മരിച്ചാൽ ആര് കരയും. ഇങ്ങനെയൊക്കെ കുറേ ആളുകൾക്ക് വേണ്ടി, ഇതാണ് ഖലീഫ എന്നൊക്കെ നമ്മൾ പറയണത്. ഇങ്ങനെ ഒരു ഖലീഫയായി നമ്മൾ മാറുവാൻ വേണ്ടിയിട്ടുള്ളതും കൂടിയാണ് നമ്മുടെ ഈ അമലും ഇബാദത്തും ഒക്കെ. അപ്പോൾ ആയതുകൊണ്ട് തഖ്വ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏതോ ഒരു കാര്യം ആ ഭക്തിയോടെ നിർവഹിക്കുന്നതിലുള്ള ഭക്തി മാത്രമല്ല, ആ തഖ്വയുടേതായിട്ടുള്ള കുറച്ച് ഔട്ട്പുട്ട്, കുറച്ച് അതിൻ്റെ ബാക്കി പത്രങ്ങൾ കൂടെ ഉണ്ട്. അതുകൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് പിന്നെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നെ കൃത്യമായിട്ട് കാണുന്നു, മനസ്സിലാക്കുന്നു, നോക്കുന്നു, അവൻ്റെ കൺവെട്ടത്താണ് എന്നുള്ള കൃത്യമായൊരു ബോധവും അവബോധവും നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. ഈ ലൈല മജ്നു കഥയൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഖൈസും ലൈലയും തമ്മിലുള്ള അങ്ങേറ്റത്തെ പ്രണയം. അങ്ങനെ എപ്പോഴും ഈ ലൈല 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് ഭ്രാന്തനായി. അത് മജ്നു പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവൻ്റെ പേര് ഖൈസാണ്, പക്ഷെ അവനെ മജ്നു ആക്കിയതാണ്, ലൈല മജ്നു ആക്കിയതാണ്, ഭ്രാന്തനാക്കിയതാണ്. അങ്ങനെ ലൈലയെ ഓർത്ത് ഇങ്ങനെ എപ്പോഴും ലൈല ലൈല വട്ടി ചങ്ങായി ഇങ്ങനെ ഭ്രാന്തായിട്ട് ഇങ്ങനെ ഭ്രാന്തെടുത്ത് ഓടും. ആ സമയത്തിൻ്റെ കുറച്ച് ആളുകൾ ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ടാവും. നിസ്കരിക്കുമ്പോഴാണ് ഈ മജ്നു ഓടുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് അവൻ ലൈല ലൈല പറഞ്ഞിട്ട് അവിടെയൊക്കെ അന്വേഷിച്ച് പിടിച്ചിട്ട് ലൈലാനെ കാണാതെ തിരിച്ച് വരുന്ന സമയത്ത് ഈ നിസ്കാരം കഴിഞ്ഞ് ഇവരിയ്ക്കുകയാണ്. അപ്പോൾ ഇവർ ചോദിച്ചു, എടാ ചങ്ങാതി, ഈ ലൈല ലൈല പറഞ്ഞ് നടക്കണ നേരത്തെ എനിക്ക് ഞാൻ നിസ്കരിച്ചുകൂടായിരുന്നുണ്ടോ ചോദിച്ചു. നിങ്ങളിവിടെ നിസ്കരിക്കണ്ടായിരുന്നോ ചോദിച്ചു. അതെ, ഞാനത് കണ്ടില്ല കേട്ടോ. ഞാൻ ലൈലനെ പ്രണയിച്ച പോലെ നിങ്ങൾ അള്ളാനെ പ്രണയിച്ചതാണെങ്കിൽ പടച്ചോനെ തന്നെ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ എന്നെ കാണാൻ പറ്റൂലായിരുന്നു അല്ലേ. നിങ്ങൾക്കത് കാണാൻ പറ്റിയതെന്ന് ചോദിച്ചാൽ ഈ ഒരു പാരമ്യം ഉണ്ടല്ലോ ഇതിലേക്ക് എത്തൽ. റാബിയത്തുൽ ബസ്രിയുടെ ഒരു പ്രാർത്ഥനയുണ്ട്, പടച്ചോനെ ഈ ദുനിയാവിൽ എന്തൊക്കെ ഹൈറും ബർക്കത്തും എനിക്ക് തരണോ അതൊക്കെ എൻ്റെ ശത്രുക്കൾക്ക് കൊടുക്കണം. നാളെ പരലോകത്ത് എന്തൊക്കെ നീ എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നുവോ നന്മകൾ, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, പരലോകത്ത് എന്തൊക്കെ തരാൻ ഉദ്ദേശിക്കുന്നോ അതൊക്കെ ഈ ദുനിയാവിലത്തെ എല്ലാ മോമിനിങ്ങൾക്കും കൊടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത്? വമൻകാന യർജു ലിഖാ റബ്ബിഹി. ഇതിനെയാണ് ഒരു പ്രേമത്തിൻ്റെ പാരമ്യം. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ. ഈ തഖ്വയുടെ പാരമ്യമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹുവിനായിട്ട് അങ്ങേറ്റ് വുജൂഹു യൗമ ഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അന്ന് പടച്ച തമ്പുരാൻ എങ്ങനെ കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന പടച്ചവനെ കൺവെട്ടത്ത് കാണാൻ കഴിയുന്ന ഒരു ഭാഗ്യം. വമൻകാന യർജു ലിഖാ റബ്ബിഹി, അവൻ്റെ ലിഖാഇനെ കാണുക എന്ന് പറയുന്നത് മാത്രം എനിക്ക് തടയരുത്. എനിക്ക് സ്വർഗം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, എൻ്റെ മറ്റ് ഇതിൽ നിന്നും രക്ഷപ്പെടുത്തിയില്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് വേണ്ട ഏറ്റവും വലുത് നിന്നെ കാണുക എന്നുള്ളതാണ്. ഇങ്ങനെ പടച്ച തമ്പുരാനുമായിട്ടുള്ളൊരു ഊഷ്മളമായ ബന്ധം ഉണ്ടാക്കിയെടുക്കാനുള്ളതും കൂടിയാണ് ഈ പറയപ്പെടുന്ന അമലുകളും ഇബാദത്തും ഒക്കെ. അതിൻ്റെ ഒരു വശമാണ് നമ്മൾ പറഞ്ഞത്. ഒരു വശം നമ്മളിൽ നിന്ന് സമൂഹത്തിലേക്ക് ഒരു വെളിച്ചം വീശേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു വശം എന്ന് പറയുന്നത് നമ്മളെ തന്നെ സ്ഫുടം ചെയ്തെടുക്കുകയും നമ്മൾ ആ പടച്ചവനുമായിട്ടുള്ള ആ ഒരു വല്ലാത്ത ബന്ധത്തിൽ, വളരെ അടുത്ത ആ ബന്ധത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുമായിട്ട് നമുക്കിനി ഒന്നും പേടിക്കേണ്ടതില്ല, പടച്ചതമ്പുരാൻ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അതുമായി ബന്ധപ്പെട്ടൊരു കഥ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. കുട്ടികൾ സിംഹം ഒരു പശുവിനെ പിടിക്കാൻ വന്നു. പശു ഓടി, സിംഹം പിന്നാലെ ഓടി. പശു എന്നിട്ടൊരു കുളത്തിൽ ചാടി, സിംഹവും തൊട്ട് പിന്നാലെ ചാടി. പശുവിന് കുളമ്പുള്ള കാരണം പശു ഇങ്ങനെ കണ്ട് സ്റ്റഡിയായിട്ട് നിന്നു. സിംഹം പിന്നാലെ പിടിക്കാൻ പോയപ്പോൾ സിംഹത്തിൻ്റെ കാലിങ്ങനെ പോന്തുകയാണ്. സിംഹത്തിന് പേടിയായി മുന്നോട്ട് പോകാൻ പറ്റണില്ല. അപ്പോൾ സിംഹം പശുവിനോട് ചോദിച്ചു, എടാ ചങ്ങായി, നമ്മൾ രണ്ടാളും കൂടെ ഇങ്ങനെ നിന്നാൽ രണ്ടും ചത്തുപോകില്ലടാ, നീയും മരിക്കും ഞാനും മരിക്കും. ഇതൊരു കാര്യം ചെയ്യും, മെല്ലെ ഇങ്ങോട്ട് വാ, നിൻ്റെ ഒരു കയ്യോ കാലോ പിടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് മുകളിൽ കയറാം, ഞാൻ നിന്നൊന്നും കാട്ടൂല. അതുകൊണ്ടപ്പോൾ പശു പറഞ്ഞു, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് രക്ഷപ്പെടേണ്ട. എന്താ എൻ്റെ കഴുത്തിലൊരു കയറ് കണ്ടോ നീ? അത് നീ അടിമയല്ലേ, നിൻ്റെ അടിമത്തത്തിൻ്റെ ലക്ഷണമല്ലേ? അതെ, എനിക്കൊരു ഉടമയുണ്ട്. ആ ഉടമയും ഞാനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ബാക്കിപത്രമാണിത്.
എനിക്ക് നിയന്ത്രണമുണ്ട്, എനിക്ക് ഇന്നത് ചെയ്യാൻ പാടും ഇന്നത് ചെയ്യാൻ പാടില്ല. പുതിയ തലമുറ വല്ലാതെ നമ്മളോട് പറയുന്നൊരു സംഭവമാണ് ഈ ജെൻസഡ് ഉണ്ടല്ലോ, ജെൻസി. അവർ വല്ലാതെ ഇതാക്കുന്നത് നമ്മളുടെ ഈ കുറേ ഡൂസ് ആൻഡ് ഡോൺസ്, ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം, അങ്ങോട്ട് പോകാൻ പാടില്ല, ഇത് അല്ല അത് നോക്കണ്ട, ഇങ്ങനെ പാടില്ല, ഇങ്ങനെ മിങ്കിൾ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഒരു ബൈക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ വല്ലാതെ അലോസരപ്പെടുത്തുന്ന, അവിടെയൊക്കെ പഠിച്ചോൻ കാണുമെന്നൊക്കെ പറയുമ്പോൾ വല്ലാതെ അവർക്കൊന്നും പുതിയ കാലഘട്ടത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ ഈ കയറുണ്ടല്ലോ, ഈ കയറ്, ഈ ഒരു നിയന്ത്രണം, ആ നിയന്ത്രണത്തിൻ്റെ കയറ്, ആ കയറ് തന്നെയാണ് എൻ്റെ ബലം. അതെൻ്റെ ബലഹീനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ബലവും അത് തന്നെയാണ്. ഒരു സമയം കഴിഞ്ഞിട്ട് എൻ്റെ യജമാനൻ എന്നെ കണ്ടിട്ടില്ലെങ്കിൽ അവൻ വരും, എന്നെ തേടി അന്വേഷിച്ച് പിടിച്ച് വരും. വന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ദെൻ വൈ ഷുഡ് ഐ ഫിയർ? ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്കൊരാളുണ്ട്, ഇന്നല്ലാഹ മഅനാ ലാ തഹ്സൻ, അല്ലേ? എനിക്ക് ഭയപ്പെടേണ്ടതില്ല. മുസോളിനിയുടെ ഹെലികോപ്റ്ററുകൾ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടെ, മേഘത്തിൻ്റെ മുകളിൽ കൂടെയാണ് വരിക. മുഖ്താറിനോട് പറഞ്ഞതേ, മറ്റേ അതിൻ്റെ മുകളിൽ കൂടെ വരിക, നമുക്ക് കാണില്ല. അങ്ങനെയുള്ള ഹെലികോപ്റ്ററുകൾ വന്നിട്ട് നമ്മളിലേക്ക് ഇത് വർഷിക്കും. നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, അള്ളാഹുവിൻ്റെ അർഷിൻ്റെ മേലെ അത് പറക്കോടോ ചോദിച്ചു. അർഷിൻ്റെ മേലെ അത് പറക്കോ? നമ്മൾ അവിടെയാണ് അവലംബം വെച്ചിട്ടുള്ളത്. അവിടെ അവലംബം വെച്ച ഒരാൾക്ക് പിന്നെ എന്താണ് ഇവിടെ? അതാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ആദ്യം പറഞ്ഞല്ലോ 3 ആറ്റിറ്റ്യൂഡ്. അല്ല, ഈ ആറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻസ് യുവർ ആൾട്ടിറ്റ്യൂഡ് എന്നാണ് പറയുക. അതിൻ്റെ ഖുർആന്യ ഭാഷ പറഞ്ഞാൽ അൻതുമുൽ അയലൗന ഇൻ കുൻതും മുഅ്മിനീൻ എന്നാണ്. ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ ആൾട്ടിറ്റ്യൂഡ് നിശ്ചയിക്കുന്നത്, നിങ്ങളുടെ ഔന്നത്യം അയലൗന, നിങ്ങളുടെ ഔന്നത്യം നിശ്ചയിക്കുന്നത് നിങ്ങളുടെ മുഅ്മിനീങ്ങളാണെങ്കിൽ. ആ അർത്ഥത്തിലുള്ള ഒരു ഈമാൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആ പടച്ചവനെ പറ്റിയിട്ടുള്ള ഭയപ്പാടും നമ്മൾ കാത്തു സൂക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു മാതൃകാ സൊസൈറ്റി ആയിട്ട് നമുക്ക് മാറാൻ കഴിയും. ഇങ്ങനെ അടിയും മറ്റേ മർദ്ദനവും പീഡനവും ഒക്കെ സഹിച്ച് വളരെ നിന്ദ്യരായിട്ട് ഒരു ഇജ്ജത്തുള്ളൊരു സമുദായമാണ് നമ്മൾ. പക്ഷേ നമ്മളെല്ലാം കൂടെ ഇപ്പം നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഓരോ ദിവസം എന്തൊക്കെ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും നമുക്കറിയാം. സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി അതൊക്കെ ഇല്ലാതെ പറയുന്നുണ്ടെങ്കിലും ഞാനും നിങ്ങളൊക്കെ നിത്യേന അത് വായിക്കുന്നുണ്ട്. എന്തേ ഈ സമുദായം ഇങ്ങനെ ആയിപ്പോയി എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം നമുക്കുള്ളത്, നമ്മൾ ഈ കർമ്മങ്ങൾ ശരിയായി നിർവഹിച്ചുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള ഒരാളുകളായിരുന്ന കാലത്ത് നമ്മളെ സ്വീകരിച്ചിരുന്നു, നമുക്ക് വലിയ അംഗീകാരവും ലഭിച്ചിരുന്നു. അതിലേക്ക് നമ്മളെ എത്തിപ്പെടുത്താനാണ് ഈ ആരാധനയ്ക്ക് വേണ്ടി മാത്രമാവുകയും ഈ അർത്ഥത്തിലേക്കൊരു പരിവർത്തനം നമ്മളിൽ നിന്ന് വരാതിരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റവും മോശപ്പെട്ട ഒരാളുകളായിട്ട് മാറുമെന്നുള്ളതിൽ ആരും സംശയമില്ല. നിങ്ങൾ നോക്കുക, അള്ളാഹു വിഭവം കൊണ്ട് അനുഗ്രഹിച്ചത് എവിടെയാണ്? വിഭവം കൊണ്ട് അനുഗ്രഹിച്ച നാടുകളുണ്ട്, മനുഷ്യവിഭവം കൊണ്ട് അനുഗ്രഹിച്ച നാടുകളുണ്ട്, പ്രകൃതി വിഭവം കൊണ്ട് അനുഗ്രഹിച്ച നാടുകളുണ്ട്, ഇതൊക്കെ ഉണ്ട്. സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ച നാടാണ്. നമ്മുടെ മുസ്ലിം മിഡിൽ ഈസ്റ്റ് നാടുകളൊക്കെ ഈ ഓയിൽ മറ്റേ എണ്ണ കൊണ്ടും അതുപോലുള്ള സംഗതി കൊണ്ടുമൊക്കെ. അപ്പുറത്ത് ജപ്പാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഭൂകമ്പങ്ങളുടെ നാടാണ്, സുനാമിയുടെ നാടാണ്. ഹിരോഷിമ നാഗസാക്കി പറഞ്ഞ പോലെ ഏറ്റവും വലിയ പരീക്ഷണത്തിന് പെട്ട നാടാണ്, അഗ്നിപർവ്വതങ്ങളുടെ നാടാണ്. വലിയ 2 ഇതൊക്കെ അവരിലേക്ക് ആപതിക്കപ്പെട്ടതിന് ശേഷം 1948 ആ കാലത്തിലാണ് നടക്കുന്നത്. അതിന് ശേഷം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി ഇവർ മാറി. സകല വിഭവങ്ങളും നമ്മുടെ കൈകളിൽ കൊടുക്കപ്പെട്ടതിന് ശേഷവും തൊഴിസ് മൻതഷ തുതില്ലു മൻതഷ, അല്ലേ? അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് ഇസ്സത്തും ഇല്ലത്തും കൊടുക്കുന്നത് എങ്ങനെയാ വെച്ചാൽ നിങ്ങളുടെ കർമ്മങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അവിടെ നമ്മൾ മറ്റേതൊന്നും നിധികാക്കും ഭൂതങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഇതൊന്നും വെച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ കൃത്യമായിട്ടത് ഉപയോഗപ്പെടുത്തുവാനോ ഈ പ്രകൃതി വിഭവങ്ങളും ഇതുപോലുള്ള സംഗതികളും ഉപയോഗപ്പെടുത്താനോ ഒന്നും കഴിഞ്ഞില്ല. റാബിത്തയിൽ വെച്ചിട്ട് മൗലാന മൗദൂദ് സാഹിബ് ഫൈസൽ രാജാവിനോട് പറഞ്ഞൊരു വർത്തമാനം വായിച്ചത് ഓർക്കുന്നുണ്ട്. നിങ്ങൾ ആ രാജ്യത്തേക്ക് കുറേ മനുഷ്യന്മാരെ, നിങ്ങളുടെ നാട്ടിലെ മനുഷ്യന്മാർ വളർന്നു വരുന്നില്ലെങ്കിൽ മറ്റു നാട്ടിലെ മനുഷ്യന്മാരങ്ങോട്ട് വരട്ടെ, എന്നിട്ട് ആ രാജ്യത്തിന് അവിടെ അവർക്ക് പൗരത്വവും കാര്യമൊക്കെ കൊടുത്തിട്ട് അവർ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇല്ല, നമുക്കത് കഴിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഇതൊക്കെ ചോർന്നു പോകും, അത് പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ മനുഷ്യവിഭവങ്ങളെയും ഉപയോഗപ്പെടുത്തിയില്ല. അപ്പോൾ മറ്റ് രാഷ്ട്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഒന്നുമില്ല. ആ രാഷ്ട്രങ്ങളൊക്കെ, പാശ്ചാത്യ രാഷ്ട്രങ്ങളൊക്കെ നമ്മളെപ്പോലുള്ള നാടുകളിൽ നിന്ന് ഇവിടുന്ന് പോയവർക്കൊക്കെ ഗ്രീൻ കാർഡും മറ്റുമൊക്കെ കൊടുത്ത് അവരൊക്കെ ആ രാജ്യത്തെ വേറൊരു അവസ്ഥയിലേക്ക് എത്തിച്ചു മറ്റുള്ള ആളുകളുടെ ശ്രമം കൊണ്ട്. ഇങ്ങനെ ബുദ്ധിപൂർവമായിട്ടുള്ള ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടും അത് ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത കുറേ ആളുകളുടെ ചെറിയൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ തന്നെയാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ
ഇന്ത്യയിൽ ഒരുപാട് സ്വാതന്ത്ര്യം, ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ളതിനേക്കാൾ സ്വാതന്ത്ര്യം. അവിടെ ഇതേമാതിരി ക്ലാസ് എടുക്കാൻ പറ്റുമോ? ഞാനിപ്പോൾ അടുത്ത് പോയ സമയത്ത് ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ പേടിയാണേ, പരസ്പരം കാണാൻ പേടി, ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂടാൻ പേടി, ഇങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയാണ് അവിടെയൊക്കെ ഉള്ളത്. അതൊക്കെ നോക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹം നമുക്കിവിടെ തന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഇല്ലാത്ത ആളുകൾ, ഈ അനുഗ്രഹങ്ങളൊന്നും ഇല്ലാത്തവരൊക്കെ ചെയ്യുന്ന പണികളെക്കാളും എന്തൊക്കെ പണികൾ നമുക്ക് ചെയ്യാൻ പറ്റും. അവിടേക്ക് നമ്മളൊന്ന് ഉയരണം, വളരണം. ഇൻഷാ അല്ലാഹ് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഓർക്കപ്പെടുന്ന എന്തെങ്കിലും ചില അടയാളങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇവിടെ നിഷ്ക്രമിക്കാൻ കഴിയണം. അതിന് ഉതകുന്നതാകട്ടെ നമ്മുടെ ഈ പരിശുദ്ധ റമദാനും അതിലെ അമലും ഇബാദത്തുകളുമൊക്കെ. അങ്ങനെ റഹ്മാനായ റബ്ബിനെ സ്നേഹിച്ച ആളുകൾക്ക് നാളെ പരലോകത്ത് ലഭിക്കുന്ന ആ റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പര്യാപ്തമായ രൂപത്തിൽ തഖ്വയുള്ള ആളുകളായി മാറുവാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ ഫഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه وسلم. ربنا اغفر وارحم أنت خير الراحمين. الحمد لله رب العالمين.